ശ്രീമദ് ഭാഗവതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ അവതാര കഥാപ്രസ്താവമാണ്. അതായത് പ്രധാനപ്പെട്ട അവതാരങ്ങളെ പറ്റിയെല്ലാം ചുരുക്കി പറയുകയാണ്. അപ്പം നമ്മൾ ഇതുവരെ ധരിച്ചു വച്ചിരിക്കുന്ന 10 അവതാരങ്ങളാണ്. അവതാരങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബ്രഹ്മം തന്നെ അതായിട്ട് മാറുകയാണ്. സൃഷ്ടിയിൽ അങ്ങനെയല്ല, നമ്മൾ ഒന്നെടുത്തിട്ട് അതിനെ വേറൊന്നാക്കിയാണ്. ഇത് അത് തന്നെ ആവുകയാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ മാവ് കുഴച്ച് ബോൾ മാരിയാക്കി, അതിനെ തന്നെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു സ്തൂപം മാരിയാക്കാം. അത് നമുക്കാണ് മതി. പക്ഷേ രണ്ടും മാവ് തന്നെയാണ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് മാവൊന്ന് കുറച്ച് എടുത്തിട്ട് മറ്റേ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് സൃഷ്ടിയാണ്. ഇതല്ല, മാവ് തന്നെ, മാവിൻ്റെ ഒരു ഭാഗം സമുദ്രത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് കുമിള പൊന്തി വരുന്നത്. അതാണ് അവതാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രയുണ്ട്? വേദം തന്നെ പറയുന്ന എല്ലാം അത് തന്നെയാണ്, ബ്രഹ്മമാണ്. അപ്പോൾ അവതാരങ്ങൾ എത്രയോ ആകാം. അപ്പോൾ ഇവിടെ അത് പിന്നെ പറയുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. അപ്പം ഒന്നിലെ ആദിയിൽ സർവേശ്വരൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ അല്ലെ. ബ്രഹ്മത്തിന് ഒരു പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന ഒരു താല്പര്യം വന്നപ്പോൾ ബ്രഹ്മത്തിന് താല്പര്യമൊന്നും പാടില്ല. അപ്പം അതിനൊരു വേറെ പേര് കൊടുക്കും, സർവേശ്വരൻ. ബ്രഹ്മം തന്നെയാണ്, പക്ഷെ അതിന് താല്പര്യമില്ലാത്ത ബ്രഹ്മവും താല്പര്യമുള്ള ബ്രഹ്മവും. അതായത് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടക്കുകയുള്ളൂ. അത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അതുപോലെ സർവേശ്വരനെ കണ്ടാൽ മതി. മഹാതത്വങ്ങളുടെ പ്രകാരം, അതായത് സൃഷ്ടി അടങ്ങിയിരിക്കുന്ന തത്വങ്ങളുടെ എല്ലാ റൂൾസ്, നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ, തത്വങ്ങളുടെ പല തത്വങ്ങളുണ്ട്. അതെല്ലാം പിന്നീട് വിവരിക്കും. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ മഹാതത്വങ്ങൾ എന്ന് പറഞ്ഞാൽ പല, ഇപ്പം ന്യൂട്ടൻ്റെ ലോ എന്നെല്ലാം പറയുന്നില്ല, അല്ലെ ആറ്റത്തിൻ്റെ ലോ എല്ലാം ഉണ്ടല്ലോ, അതിനനുസരിച്ചല്ലേ ആറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ 16 അംശങ്ങൾ കൂടിയ എന്ന് പറയാൻ കാരണം ഒരു വിരാട് പുരുഷനുണ്ടായി എന്ന് പറയുകയാണ്. ഈശ്വരൻ വിരാട് രൂപം ധരിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു പുരുഷരൂപത്തിലാണ് അതിനെ ചിത്രീകരിക്കുന്നത്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പുരുഷരൂപം എന്ന് പറയുന്നത്. നമ്മളെല്ലാം നമ്മളെ അടിസ്ഥാനമാക്കിയേ ചിന്തിക്കുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് എന്തോ തലയിൽ എന്തെല്ലോ സാധനമുണ്ട്, അതുകൊണ്ടാണ് ബുദ്ധി വരുന്ന, സങ്കല്പം വരുന്നതെന്നല്ല ഒരു ധാരണയുണ്ട്. തല വേണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഈശ്വരന് തല നമ്മൾ വെച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇപ്പം ഇലക്ട്രോണിന് പ്രോട്ടോണിൻ്റെ ചുറ്റും ഓടാനുള്ള താല്പര്യമുണ്ട്, ആകർഷണമുണ്ട്. അപ്പം അതിന് തലയുണ്ട്, ഇലക്ട്രോണിന് തലയുണ്ട്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊരു പ്രേരക ശക്തി എന്ന നിലയിൽ അതൊരു പ്രേരക ശക്തിയാണ്. സാധാരണ ഫലത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായത്. അപ്പം വിരാട പുരുഷന്റെ ഒരു രൂപത്തിൽ ചിത്രീകരിച്ചു ഇരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു മനുഷ്യരൂപമാണെന്ന് പറയരുത്. അത് കുറച്ചും കൂടി കഴിയുമ്പോൾ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു പുരുഷരൂപമാണെങ്കിൽ അതിനെന്തെല്ലാം ഉണ്ട്? 16 അംശങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ 5 പിന്നെ കർമ്മയെല്ലാം ചെയ്യണമെങ്കിൽ ജ്ഞാനേന്ദ്രിയം വേണം, കർമ്മേന്ദ്രിയം വേണം. 5 5 10 15. പിന്നെ ഒരു മനസ്സും വേണം. ഇങ്ങനെ ഒരു 16 കൊണ്ടുള്ള ഒരു വിരാട പുരുഷന്റെ രൂപം ധരിച്ചു എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഈ പ്രപഞ്ചമാണ് വിരാട പുരുഷനെങ്കിൽ പിന്നെ സൃഷ്ടി നടത്തേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പം അത്തരത്തിലല്ല ഇതിനെ കാണേണ്ടത്. അത് ഭാവനയിൽ, സങ്കല്പത്തിൽ ഒരു വിരാട പുരുഷന്റെ രൂപം ധരിക്കുവാൻ. അപ്പം ആദ്യം എവിടെയാണ് ഉണ്ടാകുന്നത്? ആ നിർഗുണമായ ബ്രഹ്മത്തിന് ഒരു വിരാട പുരുഷന്റെ രൂപമായിട്ട് മാറണമെന്ന് തോന്നി, ഒരു പ്രപഞ്ചമാകണമെന്ന് തോന്നി. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പ്രപഞ്ചമായ ആ പ്രപഞ്ചത്തെയാണ് ഒരൊറ്റ കാരണം ഒരൊറ്റ വസ്തുവാണ്. ഇപ്പം ഈ കൈ ഇങ്ങനെ ഉരുട്ടിയ ഒരു സാധനമാണെന്ന് വെച്ചാൽ അതല്ലേ വിരളായിട്ട് മാറിയിരിക്കുന്നത്. അതും കൈ തന്നെയാണ്. ഇത് വേർപെട്ട് പോയിട്ടില്ല. അപ്പം നമ്മളെ കൈ വളർന്നു വരുന്നത് എങ്ങനെയാണ്?
ഗർഭപാത്രത്തിൽ കുറച്ച് കുറച്ചായിട്ടല്ലേ വലുതായിട്ട് വരുള്ളൂ. അപ്പൊ അങ്ങനെ അത് ഘട്ടം ഘട്ടമായി വലിയൊരു പ്രപഞ്ചം. അതിന്റെ രൂപം എന്താണെന്ന് വെച്ചാൽ ഈ കൈ ഒരു ഇതാണെങ്കിൽ കൈന്റെ രൂപം നമുക്കറിയാം. അതെങ്ങനെ ആയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു മാവെടുത്തിട്ട് ഗോതമ്പ് മാവ് കുഴച്ച ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ അമർത്തിയിട്ട് ഒരു ആനേന്റെ രൂപം ഉണ്ടാക്കി, മറുഭാഗത്ത് വേർപെടുത്തുന്നില്ല, ഒരു കുതിരേന്റെ രൂപം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ രൂപം എന്താണ്? ആനയും കുതിരയും കൂടിയ രൂപമാണത്. അപ്പൊ അതിന്റെ കണ്ണുകൾ എത്രയുണ്ട്? ആനേന്റെ കണ്ണും കുതിരേന്റെ കണ്ണും എല്ലാം കൂടിയതാണ് അതിന്റെ കണ്ണ്. എൻ്റെ കൊമ്പ് ഏതാണെന്ന് പറഞ്ഞാൽ ആനേന്റെ കൊമ്പാണ്. കൊമ്പ് എന്ന് പറഞ്ഞാൽ ഈ സാധനം, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ തുമ്പിക്കൈ ആനേന്റെ തുമ്പിക്കൈയാണ്. പിന്നെ വാല് 2 തരത്തിലുണ്ട്. ആനേന്റെ വാലുണ്ട്, കുതിരേന്റെ വാലുണ്ട്, 2 വാലുണ്ട്. അതുപോലെ ഈ നിർഗുണമായ ബ്രഹ്മം അതെല്ലാം നമ്മളെല്ലാമായി പ്രപഞ്ചമായി മാറുമ്പോൾ അതിൻ്റെ കണ്ണ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും കണ്ണാണ്. അതിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി പ്രപഞ്ചത്തിൻ്റെ ഘടന എന്താണോ അതാണ് അതിൻ്റെ രൂപം. അതാണ് വിരാട രൂപം. അതപ്പം ഭാവനയിൽ അങ്ങനെ ഉണ്ടാകാനുള്ളതായിട്ട് കണ്ടു. അങ്ങനെ വേണം ധരിക്കാൻ. അല്ലാതെ വിരാട രൂപം ധരിച്ചു എന്നാ പറയുന്നത്. ആ രൂപത്തിലേക്ക് അത് ഭാവനയിൽ കണ്ടു. നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ ആദ്യം ഭാവനയിൽ അതൊരു രൂപം ധരിക്കും. നമ്മളെ മനസ്സിലാണ് ആദ്യം രൂപം നൽകുന്നത്. അത് ഏതുപോലെ എന്നാൽ ഒരു വിത്തിന് ആ ചെടി മുഴുവൻ അതിൻ്റെ അകത്ത് കിടക്കുകയാണ്. അതാണ് പിന്നെ വികസിച്ച് വരുന്നത്. നമ്മളെ ജനിതക ഘടന ആദ്യം ഉണ്ടാകുന്ന പുരുഷനും സ്ത്രീ ബീജ അണ്ടവും കൂടിയിട്ടുള്ള അതിൻ്റെ അകത്തുള്ള സൂക്ഷ്മ ബിന്ദുവിൽ നിന്നാണ്. അതിലെന്തുണ്ട്? ഈ നമ്മളെ എല്ലാ രൂപവും അതിൻ്റെ അകത്തുണ്ട്. നമ്മളൊരു വീടിൻ്റെ പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതും പേപ്പറിൽ ഉണ്ടാക്കണമെന്നില്ല, മനസ്സിലാണ് ഉണ്ടാക്കുന്നത്. വീടിൻ്റെ പ്ലാൻ മനസ്സിൽ എന്ത് രൂപം കൊള്ളുന്നുണ്ട്? ആ വീട് ഭാവനയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയെല്ലാം മുറിയുന്നല്ല, എന്നിട്ടാണ് അത് കടലാസ് പകർത്തുന്നത്. അതുപോലെ ഈ ഒരു വിരാട രൂപം ധരിച്ചു. ആ തരത്തിൽ കാണണം. അതപ്പം മനസ്സിലുണ്ടായ ആദ്യത്തെ സങ്കല്പ രൂപമാണ്. അത് തന്നെയാണ് പരമാത്മാവ് എന്നല്ല പിന്നെ വേറെടുത്തെല്ലാം പറയുന്നു. ഇതിൻ്റെ 2 എന്ത് പറയുന്നു? അങ്ങനെ കാരണജലത്തിൽ കാരണമാകുന്ന ജലം. അപ്പം എന്ത് കാരണമുണ്ടായി? അതിനൊരാഗ്രഹം ഉണ്ടായി, ഒരു വിരാട രൂപം ഉണ്ടാവണം. അതാണ് കാരണം. അപ്പം അതിൽ നിന്നും സമാധി രൂപമായ ഉറക്കത്തിൽ കിടന്നുകൊണ്ട്, അപ്പം അത് സമാധി രൂപത്തിലാണ് ഉള്ളത്. കിടന്നിട്ട് നമ്മളിപ്പോൾ രാവിലെ എണീക്കുമ്പോൾ സങ്കല്പത്തിൽ കാണുമല്ലോ ഇന്നെല്ലാം ചെയ്യണം. അതുപോലെ അത് കിടക്കുകയായിരുന്നു. എവിടെ? കാരണജലത്തിൽ. കാരണമാകുന്ന ജലമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ജലം എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ, ആ രൂപം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ജലത്തിൽ നമ്മൾ സമുദ്രത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെയാണ്. ഇപ്പോൾ സമുദ്രത്തിൻ്റെ അടിയിൽ പോയാൽ അത് ഇന്ത്യയിലെ കടലിൻ്റെ അടിയിലായാലും അമേരിക്കയിലെ കടലിൻ്റെ അടിയിലായാലും എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ ഒരുപോലെ എന്ന അർത്ഥമേ ഉള്ളൂ. അപ്പോൾ ശൂന്യമായ സ്ഥലത്ത് ഇതിന് രൂപവും ഭാവമൊന്നുമില്ല, അതിനൊന്നുമില്ല, ചെറുതൊന്നും വലുതൊന്നും ഒന്നും പറയാനില്ല. അപ്പോൾ ആ പ്രപഞ്ചം മുഴുവൻ അതെന്തായിട്ടുണ്ട്? കാരണം. അപ്പോൾ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട് സൃഷ്ടി എന്താണെന്ന്. ആ കാരണമാകുന്ന ജലത്തിൽ ശൂന്യമായ സ്ഥലത്ത് അതങ്ങനെ സുഖനിദ്രയിൽ കിടന്നപ്പോൾ അതിൻ്റെ നാഭിയിൽ നിന്നും ഒരു താമര രൂപത്തിലുള്ള താമര വരികയും അതിൽ ബ്രഹ്മാവ് ഉത്ഭവിക്കുകയും ചെയ്തു. അപ്പം കാരണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെന്താ വേണ്ടത്? സൃഷ്ടിക്കാൻ ഒരാൾ വേണം. അപ്പം പ്രപഞ്ചത്തിന് എല്ലാം ഉണ്ടാകുമ്പോഴും 3 ആ പ്രേരക ബലത്തെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. കാരണം ആ ബലം എന്ന് പറഞ്ഞാൽ സയൻസിൽ വരുന്ന ബലമല്ല. പക്ഷേ ആ ബലങ്ങളാണ് എല്ലാത്തിൻ്റെ പിന്നിലും വർത്തിക്കുന്നത്. ഇപ്പോൾ പ്രേമം കൊണ്ടും ക്രോധം കൊണ്ടും പക കൊണ്ടെല്ലാം ഈ ലോകത്തിൽ പലതും സംഭവിക്കുന്നത്. വലിയ ആഗ്രഹങ്ങളും കൊണ്ട് ഈ ആറ്റങ്ങളെല്ലാം കണ്ടുപിടിച്ച് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിയത് എന്താണ്? ആഗ്രഹങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഒരു ഇതെല്ലാം ബലങ്ങളാണ്. പക്ഷേ ഈ ബലങ്ങളൊന്നും സയൻസ് എടുക്കുന്നില്ല. ഒരു ആഗ്രഹമില്ലാതെ എങ്ങനെയാണ് സയൻസ് കണ്ടെത്തുന്നത്?
ആറ്റങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് വേറൊരു വസ്തു പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ബലമുണ്ട്. അതാണ് സ്നേഹം എന്ന വികാരം, പ്രേമം എന്ന വികാരം, കോപം എന്ന വികാരം, ആഗ്രഹം എന്ന വികാരം, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, ഇത് എന്നെല്ലാം പറയുന്നത് പ്രേരക ശക്തികളാണ്. വിദ്വേഷം കൊണ്ടാണ് എല്ലാവരെയും വെട്ടിക്കൊല്ലുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ബലങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. ആ ബലങ്ങളെയാണ്, ബലത്തിന്റെ തുടക്കം എവിടെ നിന്നാണ്? പ്രപഞ്ചം ഉണ്ടാകണം എന്നുള്ള ഒരു ബലം. അത് മൂന്നായി തിരിയുന്നു. അതിനെയോ നമ്മളത് എല്ലാ ബലങ്ങളെയും സയൻസിൽ എന്ത് ചെയ്യും? കെമിക്കൽ എനർജിനോ, കെമിക്കൽ, പൊട്ടൻഷ്യൽ, മെക്കാനിക്കൽ എന്നെല്ലാം തരംതിരിക്കുന്നത് പോലെ ഈ ബലത്തെ അവർ എന്തായി തിരിച്ചു? മൂന്നായി തിരിച്ചു. സൃഷ്ടി, സ്ഥിതി, സംഹാരം. കാരണം എന്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഒന്ന് ഉണ്ടാക്കുകയാണ്. ഒരു ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ബലമുണ്ട്, അത് സംരക്ഷിക്കുന്ന, ആവശ്യകാലത്തോളം സംരക്ഷിക്കുന്ന ഒരു ബലമുണ്ട്, അതിനെ നശിപ്പിക്കുന്ന ഒരു ബലമുണ്ട്. ആ ബലത്തെ അപ്പം മൂന്നായിട്ട് അവർ തരംതിരിച്ചു. ആഗ്രഹങ്ങളെ എല്ലാം അവർ തരംതിരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രേമത്തിന്, കാമത്തിനെല്ലാം ഒരു ദേവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിദ്യ എന്ന വികാരത്തിന് ഒരു ദേവത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ആ വികാരങ്ങൾക്കെല്ലാം ഒരു ദേവതാ രൂപത്തിൽ സങ്കല്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു ബലങ്ങളാണ്. അല്ലാതെ അങ്ങനെ മനുഷ്യനൊന്നും അവിടെ ഇല്ല. കഥയിൽ വരുമ്പോൾ കഥാപാത്രമായിട്ട് അവതരിപ്പിക്കും. അപ്പോഴേ സൃഷ്ടി, നമ്മളിപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ വീട് വെക്കുന്ന ഞാനായിരിക്കും, വൈഫായിരിക്കും എന്ത് ചെയ്യുന്ന പരിപാലിക്കുന്നത്, മക്കളായിരിക്കും നാളെ ആവശ്യം കഴിയുമ്പോൾ ഇടിച്ച് പൊളിക്കുന്നത്. അപ്പോൾ മൂന്നെണ്ണമുണ്ട്: സൃഷ്ടി, സ്ഥിതി, ആ ബലങ്ങളെ, പ്രേരക ബലങ്ങളെ, അജ്ഞാതമായ ബലങ്ങളെയാണ് അവർ മൂന്നായിട്ട് ബ്രഹ്മ, വിഷ്ണു, മനുഷ്യന്. അപ്പൊ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഇനി എന്താ വേണ്ടിയിട്ടുള്ളത്? സൃഷ്ടി വേണം. അപ്പം ബ്രഹ്മാവ് വരണം. അപ്പം ബ്രഹ്മാവ് എവിടെ നിന്ന് വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് ഒരു പൂന്നാണല്ലോ കായ് ഉണ്ടാവുക. അല്ലെ ജീവജാലങ്ങളിൽ നിന്നാണെങ്കിൽ നാഭിയിൽ നിന്നാണ് കുട്ടികൾ വരുന്നത്. അതുകൊണ്ട് കഥയിലും ഈ സർവേശ്വരന്റെ, നാരായണന്റെ നാഭിയിൽ നിന്ന് കഥയിൽ എഴുതി വെച്ചു, ജനത്തിന് മനസ്സിലാൻ വേണ്ടി. അല്ലാത്ത നാഭിയൊന്നും അവിടെ ഇല്ല. ഇപ്പം മനുഷ്യരുടെ കാര്യത്തിൽ നാഭി എന്ന് പറഞ്ഞു. പിന്നെ ചെടികളെല്ലാം ഉണ്ടായതും അങ്ങനെ തന്നെ, അത് പൂവിൽ നിന്നായതുകൊണ്ട് ഒരു പൂവ് എന്നും പറഞ്ഞ് ചിത്രീകരിച്ചു. അതിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായത്. അത് താമരപ്പൂവ് പോലെ അന്ന് വികസിച്ചു. അതാണ് പിന്നെ സൃഷ്ടിയായിട്ട് വികസിക്കുന്നത്. കഥയിലപ്പം കഥാപാത്രമാക്കാൻ വേണ്ടി. പിന്നെ അതെന്തുകൊണ്ടാണ്? താമരപ്പൂ നോക്കിക്കഴിഞ്ഞാൽ സാഗരത്തിലാണുള്ളത്, വലിയൊരു സമുദ്രത്തിലോ അല്ലെങ്കിൽ തടാകത്തിലോ എന്തിലുമാണ്. തടാകത്തിന് കടലിന്റെ ഭാഗം തന്നെയാണ് തടാകമെല്ലായിട്ട് വരുന്നത്. എല്ലാം യോജിച്ചാണല്ലോ, അതിലാണല്ലോ താമര. പക്ഷെ ഈ താമര എടുക്കാൻ എന്താ കാരണം? താമരയില് അതിന്റെ തണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത് എവിടെ നിന്നാ വരുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. അതിന്റെ തണ്ട് പിടിച്ചു പോയാൽ നേരെ അടിയിലൊന്നും ആയിരിക്കില്ല, എവിടെയല്ലോ പോയിട്ട് ഏതോ ഗർത്തത്തിൽ നിന്ന്, അഗാധമായ സ്ഥലത്തു നിന്നാണ് അത് വരുന്നത്. അതിങ്ങനെ വന്നിട്ട് ആ പ്രപഞ്ചമായി മാറുന്നു. അതുകൊണ്ട് വിഷ്ണു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്നതാണല്ലോ. അതിൽ എവിടെ നിന്നാ വരുന്നതെന്ന് നമുക്കും പോലും പറയാൻ പറ്റില്ല. ഏതോ ഒരു സ്ഥലത്തുനിന്ന് ഒരു സൃഷ്ടിക്കൊണ്ട് ഒരു പ്രേരണ അങ്ങ് വന്നു. അത് പറയാൻ വേണ്ടിയാ താമരയിലെ ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ എവിടുന്നോ ഒരു പ്രേരക ശക്തി ഇങ്ങനെ കഥയിലാവുമ്പോൾ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് താമരയിൽ ഇങ്ങനെ വന്നു. എല്ലാ അതിൽ നിന്ന് മനസ്സിലായിക്കൊള്ളണം എന്താ ഇത് ഉദ്ദേശിക്കുന്നത്. ഏതോ സ്ഥലത്ത് നിന്ന് പ്രപഞ്ചം മുഴുവൻ, പ്രപഞ്ചത്തിൽ ഏത് ഭാഗത്താണ് ഈ പ്രേരക ശക്തി വന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, എവിടെ നിന്നാ വരുന്നതെന്നുള്ളത്. അതുകൊണ്ട് എവിടെ നിന്നോ വന്നെന്ന ഒരു സൃഷ്ടിക്കുള്ള പ്രേരക ശക്തിയായ ബ്രഹ്മം ഉത്ഭവിച്ചു. ഇതിന്റെ മൂന്നിലെന്ത് പറയുന്നു? ആ അവസ്ഥയിൽ അത് സത്വമയമായിരുന്നു. സത്വം എന്ന് പറഞ്ഞാല് സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥ, സ്ഥായിയായി നിൽക്കേണ്ട, ഏതൊന്നിനും അതിൻ്റെ അവസ്ഥയിൽ തുടരാനാണ് താല്പര്യം. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, അതേപോലെ നിൽക്കാനാണ് താല്പര്യം. അപ്പൊ ഇത് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആ ഒരു ഭാവനയിൽ കിടക്കുന്ന ശൂന്യമായ സ്ഥലത്തുള്ള ഈശ്വരനിൽ നിന്നും ഒരു ഭാവന ഉണ്ടാവുകയും ഒരു
പ്രേരക ശക്തി പുറത്തു വരികയേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നാരായണന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, പ്രവൃത്തിയൊന്നും തുടങ്ങിയിട്ടില്ല. ഇത് ഭാവനയിലുണ്ടായതാണ്. പിന്നെ ഒരു പ്രേരക ശക്തിയും വന്നിട്ടുണ്ട്, അത് പ്രപഞ്ചത്തിലേക്ക് ഒഴുകിയിട്ടുണ്ട്. ഈ പ്രേരക ശക്തി, സൃഷ്ടിക്കുള്ള പ്രേരക ശക്തി. എന്നിട്ട് 4 അനേകം അവയവങ്ങളുള്ള കണ്ണ്, കാല് മുതലാവയുള്ള ആ രൂപം ജ്ഞാനനേത്രത്തിൽ ദർശിക്കാം. അത് നമ്മൾ ഭാവനയിൽ കാണണം. ഈ പ്രപഞ്ചം, ഇങ്ങനെ ഒരു പ്രപഞ്ചത്തിന്റെ ആഗ്രഹമാണ് ബ്രഹ്മത്തിനുണ്ടായത്. ഒരു വലിയ പ്രപഞ്ചം, ഇന്നുള്ള പ്രപഞ്ചം മാതിരി അത് ഏറ്റവും പൂർണ്ണ നിലയിലെത്തിയത്. ഇപ്പോഴും പുരോഗമിച്ച് കഴിഞ്ഞിട്ടില്ല. നമ്മളെ റോഡ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പണിതിട്ടും തീർന്നിട്ടില്ല. അവസാനം കലിയുഗത്തിന്റെ അവസാനമാണ് സുന്ദരമായ ഒരു ലോകം, വസുദേവ കുടുംബം. അപ്പോ ആ ഒരു രൂപം നമ്മൾ ഭാവനയിൽ കണ്ടാലും നമുക്കറിയാം അതല്ല ഇതിലുണ്ട്, അതിൻ്റെ അകത്തുണ്ട്. ഏതുപോലെ ഒരു വലിയ മരം ഒരു വിത്തിൻ്റെ അകത്ത് കേന്ദ്രീകരിച്ച പോലെ, നമ്മുടേത് ആ അണ്ടത്തിൽ കേന്ദ്രീകരിച്ച പോലെ. അതാണ് ഇനി വികസിച്ച് വരാൻ പോകുന്നത്. അപ്പം അതെല്ലാം അതിൻ്റെ അകത്ത് കിടക്കുകയാണ്. അപ്പം അങ്ങനെ സങ്കല്പിച്ചോളാം. അതിൽ നിന്നാണ് ഇത് വിരിഞ്ഞ് പൂവായിട്ട് വിരിഞ്ഞിട്ട് കായായിട്ട് വരാൻ പോകുന്നത്. അപ്പം കുറേ കണ്ണും കാലുമെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമായി മാറുമ്പോൾ അത് ഒരൊറ്റ ജീവിയാണ്, ഒരു പ്രത്യേകതര ജീവി. അതാണ് വിരാട രൂപം. അത് അതിൽ നമ്മളെല്ലാം ഓരോ ഭാഗങ്ങളാണ് അതിൻ്റെ. അപ്പം നമ്മളെ കണ്ണും ഈ നാട്ടിലുള്ള എല്ലാ കണ്ണും കൂടിയത് അതിൻ്റെ കണ്ണാണ്, എല്ലാ കൈകളും എല്ലാം അതിൻ്റെ തന്നെ. അപ്പോൾ ആ ജീവി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ജീവിയാണ്. കാരണം ഇതൊന്നും വേർപെട്ടിട്ടില്ല, ഒറ്റയൊന്നായിട്ട് നിൽക്കുകയാണ്. അല്ലാതെ ഒന്നൊന്നും മാറ്റിയിട്ട്, മാവൊന്നും മാറ്റിയിട്ട് വേറെ ഉണ്ടാക്കിയല്ല. ആ മാവ് തന്നെ ഉരുട്ടിയിട്ട് പല സ്ഥലത്ത്, സമുദ്രത്തിൽ ഓരോ സ്ഥലത്തും കുമ്പള ഉണ്ടാവില്ലേ, ചെറുത് ചെറിയ കുമ്പള, മറ്റേ വലിയ കുമ്പള, എല്ലാം സമുദ്രം തന്നെയാണ്. ഇപ്പം വേർപെട്ടിട്ടില്ല. ആ കുമ്പളേനെയും സമുദ്രത്തിന്റെ ഭാഗമായിട്ടേ കാണാൻ പറ്റും. അപ്പൊ സമുദ്രം ഏതാന്ന് ചോദിച്ചാൽ ആ കുമ്പളകളെല്ലാം കൂടിയ തന്നെയാണ് സമുദ്രം. അപ്പോൾ നമ്മളെല്ലാം കണ്ണുകൂടിയതാണ് അതിൻ്റെ പ്രപഞ്ചം. അതാണ് ഒരു പ്രത്യേക ജീവിയാണത്, ഒരൊറ്റ ഒന്നാണ്. അതുകൊണ്ടാണ് വിരാട രൂപം എന്ന് പറയുന്നത്. അത് വേർപെട്ടല്ല. അതിന് അനേക തലകളുണ്ട്, അതിലൊരു തലയാണിത്. അതിൽ കുറേ കണ്ണുകളുണ്ട്. എനിക്ക് ഇതിൽ 2 ഉണ്ട്. എന്നിട്ട് 5 എന്ത് പറയുന്നു? അത് അനേകം അവതാരങ്ങളുടെ ഇരിപ്പിടമായിരുന്നു. അനേകം അവതാരങ്ങളുടെ ഇരിപ്പിടമായിരുന്നു എന്ന് വെച്ചാൽ, കഴിഞ്ഞ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം കഴിഞ്ഞിട്ട് പ്രളയം നടന്നിട്ട് ആ കാലചക്രം നൈമിഷാരണ്യത്തിൽ തകർന്നു വീണതിന് ബ്രഹ്മത്തിൽ പോയി ലയിച്ചതിൻ്റെ അടുത്തുനിന്നാണ് സൃഷ്ടി തുടങ്ങുന്നത്. അപ്പോഴെന്താണ് ഉണ്ടാകുന്നത്? ആ ബ്രഹ്മം ഒരു പ്രപഞ്ചമായി മാറുന്നു, കുറേ കാലം നിലനിർത്തുന്നു, പിന്നെ അതിനെ പൊളിച്ച് അതിൻ്റെ അകത്തുകൊണ്ട് തന്നെ ചേർക്കുന്നു. അപ്പം ഇതെല്ലാം അതിൻ്റെ സത്ത മുഴുവൻ അതിൻ്റെ അകത്തുണ്ട്. ഇപ്പം പണ്ടത്തെ അവതാരങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കിടക്കുകയാണ്. കഴിഞ്ഞ പ്രളയത്തിൽ നശിച്ചിട്ട് കാലമാകുന്ന ചക്രം നൈമിഷാരണ്യത്തിൽ തകർന്നടിഞ്ഞപ്പോൾ എല്ലാ പ്രപഞ്ചവും അതിൽ പോയി മറിഞ്ഞ് ചെയ്തു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ദേവതകളും സയൻസും എല്ലാം എവിടെയുണ്ട്? അതിൻ്റെ അകത്ത് ഉണ്ട്. അത് തന്നെയാണ് ഇനി വികസിച്ച് ഇങ്ങനെ വരാൻ പോകുന്നത്. ഭാവനയെ കാണണം. താമര മുട്ട്, താമരൻ്റെ അടിയിലുള്ള ആ സാധനം അത് ഇങ്ങനെ വികസിച്ച് താമരയായി വരും, വാടിയിട്ട് കരിഞ്ഞങ്ങ് പോകും, പിന്നെ അതിൽ തന്നെ പൊന്തി വരും. ഇങ്ങനെ കാണണം. അപ്പോൾ അനേകം അവതാരങ്ങളുടെ ഇരിപ്പിടമായിരുന്നു. അപ്പം ഈ അവതാരങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. എന്തെല്ലാം ഉണ്ടോ? പ്രമോദം എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ആവശ്യം വരുമ്പോൾ പ്രമോദിനി ജനിപ്പിക്കും. ഇതെല്ലാം ഇതിനകത്ത് കിടക്കുകയാണ്. അവയിലെ അംശങ്ങളിൽ നിന്നും ദേവ, പക്ഷി, മൂലാവ സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ അതിൽ നിന്നാണ് അതിൻ്റെ അംശങ്ങളെടുത്ത് അംശങ്ങളുടെ അംശങ്ങളെല്ലാം വികസിച്ചിട്ടാണ് ദേവകളും പക്ഷികളായി എന്നാണ് പ്രമോദമായി എന്ന് പറയുന്നതിന് തെറ്റില്ല. പ്രമോദമല്ല അതൊന്നും. ഇനി 6 ഇപ്പൊ ഇതുവരെ അതിൻ്റെ അകത്ത്
ഒരു വലിയ കഴിഞ്ഞ പ്രളയത്തിലൂടെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പോയി ലയിച്ച എല്ലാ കാര്യങ്ങളും പ്രപഞ്ചഘടന മുഴുവൻ ഒരു കേന്ദ്രീകൃത രൂപത്തിൽ അവിടെയുണ്ട്, ഒരു ഭാവനയിൽ അവിടെയുണ്ട്. അതിൽ നിന്ന് ഒരു പ്രേരക ശക്തി ഉണ്ടാകുന്നു, സൃഷ്ടി നടത്താനുള്ള ശക്തി. ബ്രഹ്മാവും വന്നു. അതിൻ്റെ ശേഷമാണ് ഇനി എന്ത് ചെയ്യുന്നത്? 6 പറയുന്നു, അതാദ്യം കൗമാരം എന്ന അവസ്ഥയിൽ, അതായത് ശനകാദികളെ അവലംബിച്ച് ബ്രഹ്മചര്യത്തെ ആചരിച്ചു. അപ്പോൾ ആദ്യം ശനകാദികൾ, അപ്പോൾ ഈ ബ്രഹ്മാവുണ്ടായല്ലോ, ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ് നേരത്തെ ശനകാദികൾ എന്നെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. വലിയ സൗനകാദികൾ എന്നും എല്ലാം പറയാം. അതായത് ആദ്യം മാനസപുത്രന്മാരുണ്ടായി എന്ന നിലയിൽ എടുത്താൽ മതി. അതായത് മനസ്സിൽ നിന്ന് ബ്രഹ്മാവിന് ഇനി എൻ്റെ ജോലിയാണ് സൃഷ്ടിയെല്ലാം നടത്തേണ്ടത്. അപ്പൊ സൃഷ്ടി നടത്തേണ്ടിട്ട് ആദ്യം എന്താ വേണ്ടത്? ആദ്യം ഇപ്പം മനുഷ്യരെ ജോലി ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മളെ കർമ്മം ചെയ്യാനാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്, പഠിക്കാൻ പറയുന്നത്. ആ പഠിക്കുന്നതിനാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് എന്തുകൊണ്ട് ആ സൗനകാദികളോട് ബ്രഹ്മചര്യത്തെ ആചരിച്ചു. അപ്പം ആദ്യം തന്നെ ചെയ്തത് അത് പഠിക്കാൻ. ആദ്യം ഉണ്ടായ മാനസപുത്രന്മാരെ ബ്രഹ്മചര്യം സ്വീകരിച്ച് പഠിക്കാൻ തുടങ്ങി. ജ്ഞാനമില്ലാതെ എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടാക്കുക? ഇലക്ട്രോണിനെ പറ്റി പറയണം, ഊർജത്തെ ഇലക്ട്രോണിനെ ഉണ്ടാക്കുന്നതായിട്ട് തത്വം അറിയണം, ഇലക്ട്രോണും പ്രോട്ടോണും അതിൽ ഉണ്ടാക്കണം, എന്നിട്ട് അതിൽ ചുറ്റി ആറ്റങ്ങൾ ഉണ്ടാക്കണം. ഇങ്ങനെയല്ല എല്ലാ ജനിതഘടനയും എല്ലാം അറിഞ്ഞിട്ടല്ലേ സൃഷ്ടി നടത്താൻ പറ്റും ബ്രഹ്മാവ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട്, അതല്ലേ നേരത്തെ അവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടി നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് ഒരു ജ്ഞാനമാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം പണ്ട് പോയി അവിടെ മറഞ്ഞവരാണ്. കഴിഞ്ഞ യുഗത്തിൽ ആൾക്കാർ പോയി മറഞ്ഞവരാണ്. അവിടെ ഇരുന്നിട്ട് ജ്ഞാനമെല്ലാം ആദ്യം ഡിസ്കസ് ചെയ്യുകയാണ്, എങ്ങനെയെല്ലാം ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ബ്രഹ്മചര്യത്തെ ആചരിച്ചു. അപ്പോൾ അതാണ് ഒന്നാമത്തെ കൗമാരം എന്ന ഒന്നാമത്തെ, അതായത് മനുഷ്യനും കൗമാരം തന്നെയാണ് ആദ്യത്തത്. വിദ്യ പഠിക്കുന്ന ബ്രഹ്മചര്യം, കാലത്തിനും ബ്രഹ്മചര്യം തന്നെ പഠിക്കാൻ തുടങ്ങുന്നു, എന്നിട്ടേ സൃഷ്ടി ഉണ്ടാക്കാൻ പറ്റും. 7 പറയുന്നത്, രണ്ടാമതായി പാതാളത്തിൽ താണുപോയ ഭൂമിയെ ഉയർത്താനായി പന്നിയുടെ ശരീരം കൈകൊണ്ടു. ഇനി പാതാളത്തിൽ താണുപോയിട്ടുണ്ട് ഭൂമി. എപ്പോഴാണ് ഭൂമി പാതാളത്തിൽ താണുപോയ? കഴിഞ്ഞ പ്രളയകാലത്ത് ഈ ഭൂമി ലോകത്തെ എല്ലാം ശിവൻ വലിച്ചു കെട്ടി വിഷ്ണുവിനെ അടക്കം അവിടെ കൊണ്ട് തള്ളിയിട്ടുണ്ട്. ഏതിൽ? നൈമിഷാരണ്യത്തിൽ കാലത്തെ കൊണ്ട് ഇട്ടിച്ച് പൊളിച്ചാടി ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ എവിടെയല്ലോ കിടക്കുകയാണ്. അപ്പൊ ഇനി പന്നിയുടെ രൂപം വന്നിട്ട് വേണം എടുത്തുകൊണ്ടുവരാൻ. എന്തിനാണ് അവിടെ പന്നിയുടെ രൂപം പറഞ്ഞത്? പന്നിയുടെ രൂപത്തിലാണ് ആദ്യത്തെ സൃഷ്ടിയെല്ലാം നടന്നിരിക്കുന്നത്. മറ്റുള്ള ദശാവതാരത്തിൽ പന്നിയെല്ലാം പിന്നീടാണ് പറയുന്നത്. ഭൂമിനെ ഉയർത്താനാണ്. ഭൂമിനെ സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പന്നീൻ്റെ ശരീരം പോലെയാണ്. അതിനൊരു തലയും. എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ഭൂമി കിടക്കുമ്പോൾ ഒരു അച്ചുതണ്ടിൽ, അപ്പോൾ അതൊരു തലയായി. അച്ചുതണ്ട് പറയുമ്പോൾ ആ പന്നീൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഏകദേശം പന്നിമാരിയാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അന്നത് പറഞ്ഞത്. ഇവിടെയും അത് ബാധകമാണ്. ആദ്യം ഉണ്ടാക്കിയ എന്തായിരിക്കും? ആറ്റങ്ങളായിരിക്കും. ആറ്റങ്ങളും എങ്ങനെ തന്നെയാണ്? ന്യൂക്ലിയസ് നടുവിൽ ഓരോ ഓർബിറ്റ്, അതിൻ്റെ അകത്ത് ഇലക്ട്രോൺ, അതും അവിടെ നിന്ന് സ്പിൻ ചെയ്യുന്നുണ്ട്. ഭൂമി തിരിയുന്നവരെ ഒരു ഭ്രമണപഥത്തിൽ അതും തിരിയുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ പന്നി പറയാം. അതിന് പിന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ 2 തരംഗങ്ങൾ യോജിക്കുമ്പോഴാണ് നടുവിലൊരു കുത്തുണ്ടാകുന്നത്. ആ തരംഗത്തിൻ്റെ ഇപ്പുറത്തും എന്ത് വരിക? ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് വരിക, ഒരു ഇങ്ങനെയുള്ള തരംഗവും തിരിച്ചൊരു തരംഗവും വരച്ചാൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്താണ് ഭൂമി അല്ലെങ്കിൽ
ആദ്യത്തെ ദ്രവ്യം അല്ലെങ്കിൽ അങ്കീരസുകൾ ഉണ്ടാകുന്നത്. അതെല്ലാം വേദപഠന ക്ലാസ് ബ്രഹ്മം തൊട്ട് കൂടുതൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള ഭാഗം ഒരു എലിപ്റ്റിക്കൽ മാതിരി ഇരിക്കും, ഇവിടെ ഒരു തലയും, അതും പന്നി തന്നെയാണ്. അപ്പം പ്രപഞ്ചം കഴിഞ്ഞ യുഗത്തിലെല്ലാം അടിച്ച് പൊളിച്ച് അവിടെ കൊണ്ട് തള്ളിയതിനെ നൈമിഷാരണ്യത്തിൽ കാലം ഇടിച്ച് കാലചക്രം ഇടിച്ച് പൊളിച്ചുണ്ടാക്കി എല്ലാവർക്കും വേസ്റ്റായിട്ട് കളഞ്ഞിട്ടുണ്ട്. അല്ല അതിനകത്തുണ്ട്. അതിനെല്ലാം എന്ത് വേണം? പൊക്കിയെടുക്കാൻ പന്നിയുടെ രൂപം ധരിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ഉണ്ടാകുന്നതല്ല ആദ്യം തുടക്കം ഒരു പന്നിയുടെ രൂപത്തിലാണ്. അത് അങ്കീരസുകളായാലും ആറ്റമായാലും സൗരയൂഥ സിസ്റ്റമായ എല്ലാം ഒരു പന്നീൻ്റെ രൂപം തന്നെ. ഇനി എട്ടിൽ അപ്പം രണ്ടാമത്തത് പന്നിയുടെ രൂപം എടുത്തു. മറ്റേ പുരാണങ്ങളിൽ അതെല്ലാം ഭൂമിയെ ഉയർത്തുന്നതിൽ പറഞ്ഞിട്ടുള്ളൂ. ആറ്റത്തിൻ്റെ കാര്യം അങ്കീരസുകളുടെ കാര്യമൊന്നും മറ്റേ ദശാവതാരത്തിൽ വരുന്നില്ല. ഇത് അതും കൂടി ഉൾപ്പെടുത്തി. ഇനി എട്ടിൽ പിന്നെ മൂന്നാമതായി ദേവർഷീഭാവത്തെ സ്വീകരിച്ച് പഞ്ചരാത്രം എന്ന തന്ത്രം ഉപദേശിച്ചു. ദേവർഷി നാരദനെ സ്വീകരിച്ചിട്ട് മൂന്നാമത്തെ എന്ത് ചെയ്തു? പഞ്ചരാത്രം ഉപദേശിച്ചു. പഞ്ചരാത്രം എന്ന് പറഞ്ഞാൽ 5 തത്വങ്ങളാണ്. ആധ്യാത്മികം, പിന്നെയോ ഭക്തി, മുക്തി, മോക്ഷം, വിഷയം. ഇങ്ങനെയുള്ള 5 തത്വങ്ങൾ ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഉപദേശിച്ചത്? നാരദൻ. അപ്പം ആരാണ് ഈ നാരദൻ? നാരദൻ എന്ന് പറയുന്നത് ഏതൊരു കർമ്മവും അതിൻ്റെ കറക്റ്റ് സമയത്ത് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളെ മുഹൂർത്തമെല്ലാം കൊടുക്കുന്നില്ലേ, അതുപോലെ കൃത്യസമയത്ത് കർമ്മങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ചായ തിളക്കുമ്പോൾ ചായപ്പൊടി ഇടുന്ന ഒരു സമയമുണ്ട്. അല്ലാത്ത സമയത്തെല്ലാം ഇട്ടാൽ ചായയാവില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു മാളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ എത്തുമ്പം തന്നെ ഡോറ് തുറക്കും. അല്ലെങ്കിൽ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ എത്തുമ്പോൾ വെള്ളം വരും പൈപ്പിലൂട്ട്, നമ്മളവിടെ എത്തും. ഒരു പ്രത്യേകലത്തിൽ വരുമ്പോൾ തുറക്കണം, അല്ലെങ്കിൽ പോയി വാതിൽ കെട്ടിക്കും. അപ്പോൾ കൃത്യസമയത്ത് നമ്മൾ ആ ദൂരം എത്തുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുക. ആ പൾസ് ഉണ്ടാകും, ഒരു പൾസ് ഉണ്ടാകും, അതിലൊരു സെൻസറുണ്ട്. ആ സെൻസർ പോയിട്ട് കുത്തി അടക്കും മോട്ടോറോട് തിരിയാൻ വേണ്ടിയിട്ട്. അന്നേരമാണ് വാതിൽ തുറക്കുന്ന പൈപ്പിൽ വെള്ളം എല്ലാം വരും. ഇപ്പം ഏത് ഇലക്ട്രോണിക്സിൽ ഏത് ഉപകരണത്തിൻ്റെ അടിസ്ഥാനമായി സമയത്ത് കുത്തി അടക്കുന്ന ഒരു പരിപാടിയുണ്ട്. സ്കൂളിൽ കുട്ടികളെല്ലാം ഓടാൻ വേണ്ടിയിട്ട് ഒരു മണി അടിക്കുന്ന ഒരു പൾസ് വരും. അതൊരു പൾസാണ്, നിങ് നിങ് എന്നുള്ള ഒരു പൾസ്. അപ്പം കുട്ടികളെല്ലാം ഓടി പിടിച്ച് ക്ലാസ്സിലേക്ക് പോകുന്നതാണ്. നമ്മളെ മനസ്സിലും അതുണ്ട്. ഇപ്പോൾ ഒരാൾ നമ്മളെ മുമ്പിൽ വന്നിട്ട് ഒരു മോശം സംസാരിച്ചെന്ന് വെച്ചാൽ വലിയ കുറ്റമൊന്നും പറഞ്ഞ നമ്മളൊന്ന് പരിഹസിക്കത്തക്കണമെന്ന് ആക്കി സംസാരിച്ചു. സാധാരണ നിലയിൽ നിസ്സാരമായി കരണ്ട് കണ്ടിയ, പക്ഷെ എന്നാലും നമ്മളെ മനസ്സിലെന്തുണ്ടാവും? പറഞ്ഞ് അങ്ങനെ കൊടുക്കണം, ഒന്നും അല്ലേ വേണ്ട, പോട്ട് കളഞ്ഞേക്കാം, അവൻ്റെ വിവരം. ഇങ്ങനെയെല്ലാം ഓരോ ചിന്തകൾ ഇങ്ങനെ ഓടി വരും നമ്മളെ മനസ്സിൽ. അപ്പോഴാണ് ഒരു പൾസ് കയറി വന്നിട്ട് പറയുന്നത് അങ്ങനെ വിട്ടാൽ പറ്റില്ല, എടുത്ത് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കത്തിയെടുത്ത് കുത്തിയൊന്നും വരും. പിന്നെ ജയിലിൽ കിടക്കുമ്പോൾ ആലോചിക്കും, എന്ത് മണ്ടത്തര, ഇത്രയും നിസ്സാര കാര്യത്തിന് ഞാൻ കുത്തിയല്ലോ. അപ്പം ഈ ഒരു പൾസ് കയറി വരുന്നുണ്ട് ഒരു നിമിഷം. അതാണ് ആ നിമിഷം എന്ന വാക്കിൻ്റെ അർത്ഥം. ഇപ്പം നമ്മളെ എല്ലാ കർമ്മങ്ങൾക്കും കുത്തിയളക്കുന്ന ഒരു ശക്തിയുണ്ട്. ടി വിയിലും അതുണ്ട്. പണ്ടത്തെ ടി വിയിലെല്ലാം ആ കൃത്യസമയത്ത് കുത്തിയളക്കണം, എങ്കിലേ ആ പിക്ചർ അതേമാതിരി കിട്ടുള്ളൂ. അത് കുറച്ച് മാറിപ്പോയ പിക്ചർ കയറിയിട്ട് ഇങ്ങനെ ഒന്ന് മേലെ മറ്റേൻ്റെ മേലോട്ട് ഓടുന്നതാണ്. അത്രയും കൃത്യമാണ്, സൂക്ഷ്മമാണ്. അപ്പം സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോഗ്രാം നടക്കുന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടിക്രമങ്ങളും ഇനി സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും കൃത്യസമയത്ത് നടക്കാൻ കുത്തിയളക്കുന്ന ഈ ട്രിഗറിങ് പൾസ് എന്ന് ഇലക്ട്രോണിക്സ് പറയും. അതാണ് നാരദൻ. ഏതൊരു സ്ഥലത്തും എന്തോ സംഭവം കണ്ടിട്ട് ഈ നാരദൻ പോയി അവിടെ കുത്തിയളക്കും.
അപ്പൊ സൃഷ്ടി നടക്കുമ്പോൾ ആദ്യം മുതൽ എന്തുണ്ട്? സമയത്ത് അതിനെ കുത്തി അളക്കാനുള്ള ഒരു പ്രേരക ശക്തിയുണ്ട്. അതാണ് നാരദൻ. ഇലക്ട്രോണിക്സ് എല്ലാം കൈകാര്യം ചെയ്യുന്നവർക്ക് നല്ലോണം അറിയാം, പ്രോഗ്രാം എഴുതുന്നവർക്കും എല്ലാം അറിയാം. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു സൃഷ്ടിയാണ്. നമുക്കും അറിയാമല്ലോ, സ്കൂളിലെല്ലാം മണിയടിക്കൂല്ലേ. അപ്പം ആ സമയത്തിന് അറിയിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കാൻ ഒരു ഫോഴ്സ് ഉണ്ട്. ആ സൃഷ്ടിക്ക് പിന്നിലും എല്ലാ സമയത്തും ആ കറക്റ്റ് സമയത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ഫോഴ്സിനെയാണ്. സൃഷ്ടി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ഈ ട്രിഗറിങ് പൾസ്. അപ്പോൾ നാരദൻ എന്ത് വേണം? സയൻസ് എല്ലാം അറിയുന്നതാണ്. എല്ലാ സയൻസും പറഞ്ഞു കൊടുത്തു, ഉപദേശിച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള സമയമാണ്, ആ സമയം നോക്കിയിട്ട് കൃത്യസമയത്ത് കുത്തി അളക്കിക്കോ ഓരോ ആൾ. അപ്പം നാരദന് കേരളിച്ചല്ലാതെ എല്ലാവരും വിഷ്ണുവിൻ്റെ അടുത്ത ശിവന്റെ അടുത്ത എവിടെ പോയി കുത്തിത്തിരിപ്പെല്ലാം ഉണ്ടാക്കണ്ടെങ്കിൽ കുത്തിത്തിരിപ്പാണ്. അതിനെന്തേ ഉദ്ദേശമുള്ളൂ? കാര്യം ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ ഒരു കുത്തിത്തിരിപ്പ് നടത്താം, അതെൻ്റെ ജോലിയാണ്. ഈ സൃഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടി അടക്കുന്നവർക്ക് നമുക്കേ അറിയുള്ളൂ. അല്ലാതെ വെറുതെ ടി വിയും കണ്ടിരിക്കുന്നവർക്കൊന്നും ഇതിൻ്റെ ഒന്നും പ്രാധാന്യം മനസ്സിലാവില്ല. പക്ഷെ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം ഉണ്ടാക്കുമ്പോൾ ഇത്രയും ട്രിഗറിങ് പൾസുകളാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് സയൻസ് എല്ലാം പഠിക്കുന്നവർക്കേ പറ്റും. അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമെല്ലാം ഉണ്ടാക്കുമ്പോൾ ആ ടൈം ഷെഡ്യൂള് അത് തെറ്റിപ്പോയാൽ എല്ലാം കാര്യം പോകും. അപ്പം എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഒരു വിസിലടിക്കുന്നില്ലേ? ബസ് വിടേണ്ടപ്പോൾ ഒരു വിസിൽ, ഒരു മണി, ഇതെല്ലാം ഒരു ട്രിഗറിങ് പൾസാണ്. ഒരു സന്ദേശമാണ് തുടങ്ങിപ്പോകുന്നത്. അത് കേൾക്കുമ്പോഴാണ് ഡ്രൈവർ ആക്റ്റീവായിട്ട് വണ്ടി എടുക്കുന്നത്. അപ്പം ഇത് സൃഷ്ടിക്ക് ഉള്ള അതാണ് നാരദൻ. എന്നിട്ട് പിന്നെ 9 എന്ന് പറയുന്നു. പിന്നെ അപ്പോൾ ബ്രഹ്മാവ് റെഡിയായി, സമയം പ്ലാനെല്ലാം ചെയ്ത് വെച്ചു, മനസ്സിലൊരു പ്ലാനും ഉണ്ട്. ഇങ്ങനത്തെ രൂപമാണ് ഉണ്ടാക്കേണ്ട പടിപടിയായിട്ട്. അതിന് അതാത് സമയത്ത് കുത്തി അളക്കാൻ വേണ്ടിയുള്ള നാരദനും റെഡിയായി. പിന്നെ എന്ത് ചെയ്യുന്നു? 9 പിന്നെ ധർമ്മപത്നിയായ പത്നിയിലൂടെ ദ്വയത്തിലൂടെയാണ് പിന്നെ ബാക്കി പോകാൻ പോകുന്നത്. മൂർത്തിദേവിയിൽ നരനാരായണന്മാരെ സൃഷ്ടിച്ചു. അപ്പോഴാണ് ജലരൂപമായി പ്രപഞ്ചം മുഴുവൻ അത് വ്യാപിക്കുന്നു. ആ ഊർജം, സൃഷ്ടി പ്രേരക ശക്തി ബ്രഹ്മത്തിൽ നിന്നും അല്ലെങ്കിൽ നാരായണനായിട്ട് ഒരു പ്രപഞ്ചം മുഴുവൻ നരനാരായണൻ എന്ന് പറഞ്ഞാൽ ജലത്തിൽ ശയിക്കുന്നവനെന്നാണ്. അപ്പോഴും ഒരു ജലമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ ജലത്തിനൊരു പ്രത്യേകതയുണ്ട്. ജലത്തിൽ നമ്മൾ സമുദ്രം പോലെയാണ്, എല്ലായിടത്തും ശൂന്യം തന്നെയാണ്. പക്ഷേ അതിൽ തരംഗങ്ങളുണ്ട്, പ്രേരക ശക്തി ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പ്രപഞ്ചം മുഴുവൻ അങ്ങ് വ്യാപിക്കുകയാണ്. ഒരു സാഗരം പോലെ. സാഗരം എല്ലായിടത്തും ഒരുപോലെ, അതിൻ്റെ അത് കുറേ തരംഗങ്ങൾ. അതുപോലെ പ്രപഞ്ചം മുഴുവൻ ആ ശക്തി വിശേഷം തരംഗ രൂപത്തിൽ പ്രവഹിച്ചു. ഇത് തപസ് ചെയ്തു. തപസ് ചെയ്യുന്ന പിന്നെ ആ സ്റ്റഡിയായ സ്റ്റേജിൽ അങ്ങ് നിന്നു. അതൊരു ഘട്ടമാണ്. എന്നിട്ട് 10 5ാമത്തെ അവതാരമായിട്ട് പറയുന്നു, കപിലനായി ജനിച്ച് കാലത്തിൽ നശിച്ചുപോയ സാഖ്യദർശനത്തെ ആസുരി എന്ന ബ്രാഹ്മണന് വിസ്തരിച്ചു ഉപദേശിച്ചു. അതിൻ്റെ ശേഷമാണ് കാലത്തിൽ നശിച്ചുപോയ സാങ്കശാസ്ത്രം. കലിഞ്ഞ പ്രളയത്തിലെല്ലാം പോയി നശിച്ചല്ലോ. നൈമിഷാരണ്യത്തിൽ കാലചക്രം വീണുടഞ്ഞപ്പോൾ ആ ശാസ്ത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതുമെല്ലാം അവിടെ ഇവിടെ പൊളിച്ച് കിടക്കുന്നുണ്ട്. നമ്മളൊരു കമ്പ്യൂട്ടർ ഓടിക്കുമ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ എവിടെയെല്ലാം കിടക്കുന്ന പോലെ, പിന്നെ ആ സോഫ്റ്റ്വെയർ തപ്പിയെടുത്തിട്ട് പുതിയ കമ്പ്യൂട്ടർ കൊണ്ട് കയറ്റുക. അതുപോലെ സാഖ്യദർശനത്തെ എല്ലാം എടുത്ത് സയൻസിലൂടെയല്ലേ സൃഷ്ടി നടത്തേണ്ടത്. അപ്പം നാരായണിയിൽ നിന്നാണ് ഈ വേദങ്ങൾ എല്ലാം പിന്നെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു വന്നത്. ഇത് പണ്ടും ഉണ്ടായിരുന്നു. കഴിഞ്ഞ യുഗത്തിൽ ഈ വേദങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ തട്ടിക്കുടഞ്ഞ് ഒന്നും കൂടി എടുത്തു. എല്ലാവരും സൃഷ്ടിക്കുക. അപ്പം നാരായണിയിൽ നിന്നാണ് വേദങ്ങളെല്ലാം ഉത്ഭവിച്ചത്. പിന്നെ 11 എന്ത് പറയുന്നു എന്ന് വെച്ചാൽ 6ാമത്തെ അവതാരമായി
അനസൂയ ദേവിയിൽ വരം ആവശ്യപ്പെട്ടതായിട്ട് അത്രി മഹർഷിയുടെ പുത്രഭാവം പ്രാപിച്ചു. അപ്പം അത്രി മഹർഷിയായിട്ടാണ് പിന്നെ വന്നത്. എന്താണ് അത്രി മഹർഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ അലർക്കനും പ്രഹ്ലാദനും മൂലം അവർക്ക് ആത്മവിദ്യ ഉപദേശിച്ചു. ആത്മവിദ്യയുണ്ട്. കൂടാതെ അത്രി മഹർഷി വേദങ്ങളിലെ അഗ്നിയെപ്പറ്റി കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒരു മഹർഷിയാണ്. അഗ്നിയെപ്പറ്റി അത്രി മഹർഷിയായിട്ട് ചിന്തിക്കുമ്പോൾ ആ ഋഷി അഗ്നികളിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. അതുകൊണ്ട് അത്രി എന്ന മഹർഷിയെ ബന്ധിപ്പിച്ചുകൊണ്ട് പറയുകയാണ് അവിടെയാണ് അഗ്നിയുടെ സ്ഥാനം വരുന്നത്. കാരണം എന്ത് ചെയ്യേണ്ടിക്കും കർമ്മം ചെയ്യേണ്ടിക്കലും ഊർജം ആവശ്യമുണ്ട്. അപ്പോൾ അഗ്നി എന്ന് പറയുമ്പോൾ ഊർജമായിട്ട് കാണണം. അപ്പം അത്രി മഹർഷിയുടെ ഊർജവും ബ്രഹ്മതത്വവും എല്ലാം അതിൻ്റെ കൂടെ ഊർജത്തിൻ്റെ കൂടെ പ്രവഹിക്കുന്നു. ഇതിൻ്റെ 12-ലെ 7-ാമത്തെ അവതാരമായിട്ട് രുചി എന്ന പ്രജാപതിയിലൂടെ ആകൂതി എന്ന പത്നിയിൽ യജ്ഞമായിട്ട് ജനിച്ചു. പിന്നെയാണ് യജ്ഞം ആരംഭിക്കുന്നത്. അപ്പം പഠിച്ചു. ബ്രഹ്മചര്യമെല്ലാം കഴിഞ്ഞാൽ പിന്നെ 2-ാമത്തെ അവസ്ഥ എന്താണ്? ഗൃഹസ്ഥാശ്രമം, കർമ്മം ചെയ്യുക, കുടുംബം പോറ്റുക. അപ്പോൾ എന്തായി? യജ്ഞമായിട്ട് ജനിച്ചു 7-ാമത്തെ അവതാരം. അപ്പോൾ ജ്ഞാനമെല്ലാം നേടിക്കഴിഞ്ഞു, അഗ്നിയും ഉണ്ടായി. പിന്നെയാണ് ഇനി സൃഷ്ടികർമ്മം ആരംഭിക്കേണ്ടത്. യജ്ഞം ആരംഭിച്ചു. ആ യജ്ഞദേവൻ സ്വപുത്രന്മാരായി ദേവസംഘത്തോടുകൂടി സ്വയംഭൂ മന്വന്തരത്തെ പ്രാപിച്ചു. അങ്ങനെയാണ് സ്വയംഭൂ മന്വന്തരം ഉണ്ടായത്. അവിടെ മുതലാണ് നേരത്തെ പറഞ്ഞ തകർന്നടിഞ്ഞ ആ ചക്രം ഉണ്ടല്ലോ, കാലചക്രം. ആ കാലചക്രം എന്ന് പറയുന്നത് അനേകം മന്വന്തരങ്ങൾ കൂടിയതാണ്. അപ്പം മന്വന്തരങ്ങൾ അവിടെ നിന്നാണ് ആരംഭിച്ചത്. മന്വന്തരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയമന്ത്രം ഏതായാലും ദ്വാപരയും കലിയുഗം, അത് പൊളിച്ചു കെട്ടിയിട്ട് ചെറിയ പ്രളയം ഉണ്ടാകും. അങ്ങനെ അത് തുടർന്നുകൊണ്ടേ പോകും. അങ്ങനെ 1071 പ്രാവശ്യം അത് തുടരും. അത് കഴിയുമ്പോഴാണ് ഒരു മന്വന്തരം വരുന്നത്. അങ്ങനെ 14 മന്വന്തരങ്ങളുണ്ട്. ഈ 14 മന്വന്തരങ്ങൾ കഴിഞ്ഞാലാണ് ഇതെല്ലാം അടിച്ചു കെട്ടിയിട്ട് കാലചക്രം എവിടെ കൊണ്ടിടുന്നത്? നൈമിഷാരണ്യത്തിൽ കൊണ്ട് തള്ളുന്നത്. ഹൃദയം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അത് ചതുർയുഗങ്ങൾ. ഈ ചതുർയുഗം തന്നെ ഏകദേശം 73,20,000 ദിവസവും മറ്റും ഉണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ അതിനെപ്പറ്റി പറയുക, അന്നേരം നോക്കാം. അത്രയുണ്ട്. അങ്ങനത്തെ 71 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റ് ചെയ്യുമ്പോഴേ ഒരു മന്വന്തരാകുന്നുള്ളൂ. പിന്നെ അങ്ങനത്തെ 14 മന്വന്തരങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിനെല്ലാം അടിച്ചു കെട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് തള്ളുന്നു. കാലചക്രം പോയിട്ട് നൈമിഷാരണ്യത്തിൽ ബ്രഹ്മത്തിൻ്റെ അടുത്ത് പോയിട്ട് വീഴുന്നത്. പിന്നെയാണ് അവിടെ നിന്ന് ഇരുന്ന് ആലോചിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനെപ്പറ്റി പിന്നെ പറയും. എന്നിട്ട് 13-ലെ 8-ാമത്തെ അവതാരമായിട്ട് പരമഹംസ മാർഗത്തെ ബുദ്ധിമാന്മാർക്ക് കാട്ടിക്കൊടുത്തുകൊണ്ട് നാഭി എന്ന രാജാവിൻ്റെ പത്നിയായ ദേവിയിൽ അവതരിച്ചു. മേരുപർവ്വതം എന്ന് പറയുമ്പോൾ പ്രപഞ്ചം ഒരു കേന്ദ്രത്തിൽ നിന്നാണല്ലോ ഉണ്ടാകേണ്ടത്. ഉണ്ടാകുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 7 ലോകങ്ങൾ, 1, 2, 3, 4, 5, 6, 7. ഈ ഇങ്ങനെ 7 എണ്ണം കൂടിച്ചേർന്നിട്ട് ഒരു ബോൾ മാതിരി 7 ലോകങ്ങളുണ്ട്. നടുവിലൊന്നും. ഇതിനെ ഓരോന്നിനെ 7ആയി ഭാഗിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഈ നടുവിൽ 7ആക്കി ബാധിച്ചിട്ടുണ്ട്. ഇതിനെ ഓരോന്ന് 7ആയി ഭാഗിച്ചിട്ടുണ്ട്. അതിൽ ഇതുമാതിരിയുള്ളതിലാണ് നമ്മളുള്ളത്. ഇവിടെയാണ് നമ്മളുള്ളത്, ഈ നടുവിലല്ല. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഇതിലാണ്. ഇതിലുള്ള നടുവിൽ തന്നെ ഈ നടുവിലുള്ളതാണ്. ഇതാണ് ഇങ്ങനെ 7ആക്കി മാറ്റുമ്പോൾ എല്ലാം കൂടിയിട്ട് 49 വരും. ഇതാണ് 49 മരുത്തുക്കൾ. അതിൻ്റെ ഈ നടുവിലുള്ളതിലാണ് മേരുപർവ്വതമുള്ളത്. അപ്പം അവിടെ നിന്നാണ് സൃഷ്ടി വികസിച്ചിട്ട് ഇങ്ങനെ വരുന്നത്.
അതുകൊണ്ട് അവിടെ മേരുവിൽ നിന്ന് തുടങ്ങിയെന്ന് പറയുകയാണ്. മേരുദേവിയെ അവതരിച്ചു. അവിടെ ആ കേന്ദ്രത്തിൽ, ആ പ്രപഞ്ചത്തിൻ്റെ 7 ലോകത്തിൻ്റെയും കേന്ദ്രത്തിൽ അവതരിച്ചു. അങ്ങനെ 14 എന്ന് പറയുന്നു 9ാമത്തേതായിട്ട് പൃഥ്വി എന്ന രാജാവിൻ്റെ ശരീരം സ്വീകരിച്ച് എല്ലാതരം ഔഷധങ്ങളെയും ഭൂമിയിൽ കറന്നെടുത്തു. അപ്പം ഭൂമി ഉണ്ടായപ്പോൾ ഭൂമിയെ കറന്നിട്ടാണ് സസ്യങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം ഉണ്ടായത് എന്താണ്? സസ്യങ്ങളാണ്, ചെറിയ ചെറിയ സസ്യങ്ങളാണ്. അത് ഭൂമിയെ കറന്നിട്ടാണ് എടുത്തിരിക്കുന്നത്. ഭൂമിയെ പശുവായിട്ട് ചിത്രീകരിക്കും. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പശുവായിട്ട് ചിത്രീകരിച്ചു എന്നേളം. ഭൂമി പശുവൊന്നുമല്ല. ഭൂമിയെ പക്ഷേ വേദങ്ങൾ പശുവായിട്ട് പറയും. എന്തുകൊണ്ട്? നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. പശുവിനെ നമ്മൾ കറന്നിട്ടാണ് നമുക്ക് വേണ്ട എല്ലാ വസ്തുക്കളും, നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ വസ്തുവും പാലിലുണ്ട്. അതുകൊണ്ടാണ് പശു എല്ലാം തരുന്നത്. അതായത് നമുക്ക് വേണ്ട എല്ലാ പോഷകമൂല്യങ്ങളും പശുവിൻ്റെ പാലിൽ നിന്ന് കിട്ടും എന്ന അർത്ഥത്തിലാണ് കാമധേനു, അതായത് പശുവിനെ ചിത്രീകരിച്ചത്. നമുക്ക് വേണ്ട എല്ലാം തരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ വ്യാഖ്യാനിച്ചിട്ട് എന്തായി? ആ പശു നമ്മൾ ലഡു ചോദിച്ചാൽ ലഡു തരും, ചിക്കൻ ഫ്രൈ വേണമെന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ തരും എന്നെല്ലാം ആക്കി മാറ്റി. അല്ല, അർത്ഥം ഇത്രയേ ഉള്ളൂ. പശുവിൻ്റെ പാലിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പാല് വിറ്റാൽ നമുക്ക് സൗഭാഗ്യങ്ങളും കിട്ടും. അർത്ഥേ ഉള്ളൂ. അങ്ങനെ പശുവിനെ കറന്നെടുക്കുന്നത് പോലെ നമുക്ക് എന്തെല്ലാം വേണോ അതെല്ലാം ഭൂമിയിൽ കറന്നെടുത്താൽ വെണ്ടക്ക കിട്ടും, വഴുതന കിട്ടും, എല്ലാം കിട്ടും. അപ്പം അതും ആദ്യം സസ്യങ്ങൾ രൂപപ്പെട്ടു ആ ക്രമത്തിൽ. പിന്നെ 15ാമത്തേതിൽ പറയുന്നു 10ാമത്തെ അവതാരമായി ജലപ്രളയത്തിൽ മത്സ്യത്തിൻ്റെ രൂപമെടുത്ത് വൈവസ്ഥൻ എന്ന മനുവിനെ സംരക്ഷിച്ചു. വൈവസ്ഥൻ എന്ന മനുവിനെ, വൈവസ്ഥമുനി. അപ്പോൾ ആരാണ് ഈ വൈവസ്ഥമുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു 14 മന്വന്തരങ്ങളിലൂടെയാണ് ഈ കാലചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 1ാമത്തെ മന്വന്തരം കഴിഞ്ഞ്, 2 കഴിഞ്ഞ്, 3 കഴിഞ്ഞ്, അങ്ങനെ നമ്മൾ 7ാമത്തെ മന്വന്തരത്തിൻ്റെ നടുവിലാണ്, ഏകദേശം നടുവിലാണ് നമ്മളുള്ളത്. 7ാമത്തെ മന്വന്തരത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഓരോ മന്വന്തരം തുടങ്ങുമ്പോഴും അത് പോയി പ്രളയത്തിലൂടെ എല്ലാം നശിച്ചിട്ട് അവിടെ നിന്ന് വിഷ്ണു കരകയറ്റിയെടുക്കും. കുറച്ച് പേര് രക്ഷപ്പെടുന്നു പറഞ്ഞില്ല, പ്രളയത്തിൽ രക്ഷപ്പെടുന്ന മാതിരി. ബൈബിളിലും കാണാം ബോട്ടിൽ വന്ന് രക്ഷപ്പെടുത്തുന്ന മാതിരി. പ്രളയം കഴിയുമ്പോൾ കുറച്ച് പേര് ബോട്ടിലെല്ലാം കയറി, റോക്കറ്റിലെല്ലാം കയറി രക്ഷപ്പെടും. അങ്ങനെ ഈ പ്രളയം കഴിഞ്ഞപ്പോൾ, 6ാമത്തെ പ്രളയം കഴിഞ്ഞപ്പോൾ വിഷ്ണു പോയിട്ട് ഒരു മത്സ്യത്തിൻ്റെ രൂപത്തിൽ പോയി ഒരു ബോട്ട് കയറ്റിയിട്ടാണ് ഈ വെള്ളത്തിൽ മുങ്ങി തപ്പിക്കിടക്കുന്ന വൈവസ്വത മനുവിനെ എടുത്തിട്ട് അതിലൂടെയാണ് പിന്നെ സൃഷ്ടി മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം ഇവിടെ വൈവസ്വതം പറയാൻ കാരണം നമ്മളിപ്പോൾ ഉള്ളത് ഏത് 7ാമത്തെ മന്വന്തരത്തിലാണ്. 7ാമത്തെ മന്വന്തരത്തിലെ ഋഷിയാണ് വേദവ്യാസൻ. ഇന്ദ്രനാണ് മറ്റേ രാജാവ് എന്നുള്ളത്. ബലി മറ്റേ മഹാബലി. പക്ഷെ മന്വന്തരം കഴിയുമ്പോൾ ഇതെല്ലാം മാറും. ഇവരെല്ലാം പൊസിഷനെല്ലാം മാറും. ഇന്ദ്രൻ ചിലപ്പോൾ അസുരദേവനായി മാറും. അസുരദേവൻ ചില ഇന്ദ്രൻ്റെ സ്ഥാനമെല്ലാം വരും. അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറും. മഹാബലിയുടെ സ്ഥാനത്ത് ഇന്ദ്രൻ ഇരിക്കേണ്ടി വരും, ഇന്ദ്രൻ്റെ സ്ഥാനത്ത് മഹാബലി എല്ലാം ഇരുന്നത് വരും. അപ്പോൾ വേദവ്യാസനല്ല, ഈ കാലത്തിൻ്റെയാണ് വേദവ്യാസം. അപ്പോൾ ഈ കഥ പറയുന്നത് നമ്മളെ കാലഘട്ടമായതുകൊണ്ട് വൈവസ്വത മുനിയെ അവിടെ വെച്ച് രക്ഷിച്ചെടുത്തു. അതിപ്പോൾ ഒരു പ്രളയത്തിലൂടെ രക്ഷപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഇനി അടുത്തത്, ഇനി 16 11ാമത്തെ അവതാരമായിട്ട് ദേവന്മാരും അസുരന്മാരും സമുദ്രം കടയുന്ന സമയം
ആമയുടെ രൂപത്തിൽ അവതരിച്ച് പർവ്വതത്തെ പുറത്തേറ്റി. അപ്പം ഇത് രണ്ട് തരം കർമ്മങ്ങളുണ്ട്. പ്രളയം പലതരത്തിലുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സൂര്യൻ കത്തിയെരിഞ്ഞു പോകുന്നത് എന്ന് പറയുമ്പോൾ പ്രപഞ്ചം മുഴുവൻ ഇല്ലാതാകുകയാണ്. ആ നക്ഷത്രങ്ങൾ മുഴുവൻ ഇല്ലാതെയാകുകയാണ്, ബ്ലാക്ക് ഹോളാണ്. അപ്പം അവിടെ നിന്ന് വരുമ്പോൾ ആദ്യമേ കടഞ്ഞെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പ്രപഞ്ചം എല്ലാ ലോകങ്ങളും കത്തിയെരിഞ്ഞ് ബ്രഹ്മത്തിൽ പോയ പിന്നെ ആദ്യം കടഞ്ഞെടുക്കണം. ഈ സമുദ്രമല്ലേ ഉള്ളൂ, ശൂന്യമായ തരംഗമാകുമല്ലോ. ആ തരംഗത്തെ കറഞ്ഞിട്ടാണ് എന്താക്കുന്നത്, ആറ്റങ്ങളാകുന്നതും ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ആയിട്ട് ഓരോന്നായിട്ട് മാറുന്നത്. അത് നമ്മൾ വേദപഠന ക്ലാസ്സിൽ ബ്രഹ്മം തൊട്ട് കൂട്ടലിലൂടെ നമ്മൾ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അവിടെയാണ് ദേവന്മാരും അസുരന്മാരും കൂടിയിട്ട് സമുദ്രം കടയുന്ന സമയത്ത് ആമയായിട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നത്, പർവ്വതത്തെ ഉയർത്തുന്നത്. അതായത് ആറ്റത്തെ ന്യൂക്ലിയസിനെ താങ്ങി നിർത്തണമെങ്കിൽ മാത്രമേ ഇലക്ട്രോണിനെ ചുറ്റാൻ പറ്റൂ. അങ്ങനെ ഉണ്ടാകുന്ന ആറ്റത്തിൻ്റെ രൂപമാണ് ആർക്കുള്ളത്, ആമക്ക് ഉള്ളത്. അതെല്ലാം പണ്ട് പറഞ്ഞതാണ്. ഇനി 17 എന്ത് പറയുന്നു, 12ാമത്തെ അവതാരമായിട്ട് മോഹിനി രൂപത്തിൽ വന്നിട്ട് ദേവന്മാർക്ക് എന്ത് ചെയ്ത, അസുരന്മാർക്ക് കൊടുക്കാതെ അമൃത് ദേവന്മാർക്ക് കൊടുത്തു. ആ കഥയെല്ലാം നമുക്ക് അറിയാം എന്നും പറയും. അപ്പോൾ അതെല്ലാം പാലാടി കടയുന്ന സമയത്ത് പ്രപഞ്ച സൃഷ്ടി സമയത്ത് ചെയ്ത കാര്യങ്ങളാണ്. അത് 12ാമത്തെ അവതാരമായിട്ടാണ് പറയുന്നത്. പക്ഷേ മറ്റേതിൽ നമ്മൾ പറയുന്ന ദശാവതാരത്തിൽ അതൊന്നും വരുന്നില്ല. മോഹിനിയുടെ കാര്യമൊന്നും അവിടെ വരുന്നില്ല. അതെല്ലാം ഇതിനകത്ത് കയറിയിട്ട് പെടുത്തിയിരിക്കുകയാണ്. ഇനി 18 14ാമത്തെ അവതാരമായിട്ടാണ് നരസിംഹാവതാരം പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തിന്, ഹിരണ്യകശിപുവിൻ്റെ വയറ് നഖത്തുകൊണ്ട് പിളർന്നെടുക്കുക. അതെല്ലാം നമ്മൾ ബ്രഹ്മം തൊട്ട് കൂട്ടലിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹിരണ്യകശിപു എല്ലാം എന്താണ്. ഇനി 19 പറയുന്നത് 15ാമത്തെ അവതാരമായിട്ട് വാമന രൂപത്തിൽ വന്നിട്ട് 3 ലോകങ്ങളും കൈക്കലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മഹാബലിയുടെ യാഗശാലയിലേക്ക് പോയിട്ട് 3 അടി ചോദിച്ച കാര്യം പറയുന്നു. അത് നമുക്കറിയുന്ന കാര്യമാണ്. അതും നമ്മൾ എന്താണ് എന്നുള്ളതെല്ലാം സയൻസിലോട്ട് തന്നെ ബ്രഹ്മം തൊട്ട് കൂട്ടലിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ആ അവതാരത്തെ പറ്റി ഇവിടെ പരാമർശിക്കും. അതല്ലേ എന്നും പറയും. ഇനി 20 16ാമത്തെ അവതാരമായിട്ട് ബ്രാഹ്മണരെ ദ്രോഹിക്കുന്നത് കണ്ട് പരശുരാമനായിട്ട് വന്നിട്ട് ക്ഷത്രിയരെല്ലാം ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി. അതായത് ക്ഷത്രിയൻ പരശുരാമ അവതാരത്തെ പറ്റി പറയുകയാണ്. അത് 16ാമത്തെ അവതാരമായിട്ടാണ് പറയുന്നത്, പരശുരാമ അവതാരം. അതും നമ്മൾ ബ്രഹ്മം തൊട്ട് കൂട്ടലിൽ ആ അവതാരങ്ങളെ പറ്റിയാൽ എന്താണെന്നെല്ലാം പ്രത്യേകിച്ച് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെയും പറയും പിന്നീട്. പിന്നെ 20 കഴിഞ്ഞിട്ട് 21 17ാമത്തെ അവതാരമായിട്ട് പരാശര മഹർഷിയിൽ നിന്ന് സത്യവതിയിൽ ജനിച്ച് മന്ദബുദ്ധിയായ ജനങ്ങൾക്ക് വേണ്ട ജ്ഞാനം നൽകുവാനായി വേദമാകുന്ന വൃക്ഷത്തിൻ്റെ ശാഖകൾ ഉണ്ടാക്കി. ആര്? വേദവ്യാസനായിട്ട് വന്നിട്ട്. അപ്പം വേദവ്യാസനായിട്ട് വന്നതും ഒരവതാരമാണ്. വേദവ്യാസനും ഒരു അവതാരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എല്ലാ അവതാരമാണ്. എന്തിനാണ് വന്നിരിക്കുന്നത്? മന്ദബുദ്ധികളായ മനുഷ്യർക്ക് വേദങ്ങൾ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് വേദത്തിൻ്റെ ശാഖയായിട്ട് വന്നു. അപ്പം വേദം എല്ലാം കൂടിയത് വേദമാണ്. അതിനെ വ്യസിക്കുകയാണ് ചെയ്തത്. 4 ശാഖകളാക്കിയിട്ട് തിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് വേദമെന്ന തടിയുടെ 4 ശാഖയായിട്ട് വന്നു എന്ന് പറഞ്ഞത്. അപ്പം വേദവ്യാസനായി വന്നതും ആര് തന്നെ? അവതാരം തന്നെ, ബ്രഹ്മം തന്നെ, എല്ലാം ബ്രഹ്മം തന്നെ. ഇനി 23 എന്ത് പറയുന്നു? 19ാമത്തെ 20ാമത്തെ അവതാരമായി ബലരാമനും ശ്രീകൃഷ്ണനുമായിട്ട് വന്നിട്ട് ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കി.
അതായത് ശ്രീകൃഷ്ണനും ബലരാമനുമായിട്ട് വന്ന് ഈ യുഗത്തിലെ മഹാഭാരത യുദ്ധത്തിലൂടെ അല്ലെ മൂന്നാം ലോകമഹായുദ്ധത്തിലൂടെ, അല്ല അതിന് മുമ്പിൽ 22 ഉണ്ട്. 22-ല് 18ാമത്തെ അവതാരമായിട്ട് അത് വിട്ടുപോയി. 22-ല് 21-ലാണ് മറ്റേത് വേദവ്യാസം പറഞ്ഞത്. 22-ല് 18ാമത്തെ അവതാരമായിട്ട് 22ാമത്തെ മന്ത്രം 18ാമത്തെ അവതാരമായിട്ട് ദേവന്മാരുടെ ആവശ്യപ്രകാരം ക്ഷത്രിയ ഭാവത്തെ സ്വീകരിച്ച് സേതുബന്ധനം ചെയ്തു. ആരാണത്? ശ്രീരാമനായിട്ട് വന്നു. അപ്പോൾ അതിനെപ്പറ്റിയും പരാമർശിച്ചു. ഇത് 23-ലാണ് 19ാമത്തെയും 20ാമത്തെയും അവതാരമായിട്ട് ബലരാമനും ശ്രീകൃഷ്ണനുമായിട്ട് വന്നിട്ട് ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കി. ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കി എങ്ങനെയാണ്? മൂന്നാം മഹാഭാരത യുദ്ധത്തിലൂടെ, അതായത് മൂന്നാം ലോകമഹായുദ്ധത്തിലൂടെ അധർമ്മികളെയെല്ലാം കൊന്നൊടുക്കിയിട്ട് എത്ര പേരെ ശേഷിക്കുന്ന മഹാഭാരത യുദ്ധത്തിലൂടെ, ഇപ്പം നടക്കാൻ പോകുന്ന മൂന്നാം ലോകമഹായുദ്ധത്തിലൂടെ എത്ര പേരെ ശേഷിക്കുക? വളരെ കുറച്ച് പേര് ശേഷിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് വേദവ്യാസം പറയുന്നത്. അത് തന്നെയാണ് മഹാഭാരത യുദ്ധം. കുറച്ച് പേരെ എല്ലാവരെയും ഭൂമിയുടെ ഭാരം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഹാഭാരത യുദ്ധം നടത്തിയിരിക്കുന്നത്. ഏത്? അധർമ്മികൾ പെരുകി അതില്ലാതാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ബലരാമനും ശ്രീകൃഷ്ണനുമായിട്ട് വന്നു. അത് 19ാമത്തെ 20ാമത്തെ അവതാരം. ഇനി 24 എന്ന് പറയുന്നു. 21ാമത്തെ അവതാരമായി കലികാലം പ്രബലപ്പെട്ടപ്പോൾ ദേവവിരോധികളിൽ മോഹം ജനിപ്പിക്കുന്നതിനായി ബുദ്ധനായി അവതരിച്ചു. മഗധ രാജ്യത്തിലെ അജൻ എന്ന രാജാവിൻ്റെ പുത്രനായി ബുദ്ധനായി എന്ന നാമത്തിൽ അവതരിച്ചു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അവതരിച്ച? ദേവവിരോധികളിൽ മോഹം ജനിപ്പിക്കാൻ. അപ്പം ദൈവത്തിൻ്റെ വിരോധികളിലാണ് മോഹം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബുദ്ധനായിട്ട് ജനിപ്പിച്ചത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ. കാരണം കലികാലമായപ്പോൾ മനുഷ്യരെല്ലാം വേദത്തിൽ നിന്നും അകന്നു. ഇന്ന് നമ്മൾ വേദമൊന്നും അല്ല ഫോളോ ചെയ്യുന്നത്, നമ്മൾ വേദത്തിനെതിരായ കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. അത് ശിവനും എല്ലാം പറഞ്ഞു വെച്ചു. ശിവനും വേറെ കുറേ ഗ്രന്ഥങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. കാരണം ഇന്നത്തെ ആൾക്കാരെല്ലാം ആരുമില്ല, വേദം ഫോളോ ചെയ്യുന്ന ആരുമില്ല. എല്ലാം വേദത്തിനെതിരായിട്ടുള്ള കപടവാദങ്ങളാണ്. അതാണ് ദൈവവിരോധികളിൽ മോഹം ജനിപ്പിക്കുക. അവരിൽ മോഹം ജനിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ബുദ്ധനായിട്ട് അവതരിച്ചു എന്നാണ് പറയുന്നത്. അതും വിഷ്ണു തന്നെയാണ് വന്നിരിക്കുന്നത് അവതാരമായിട്ട്. എന്തിന്? എന്തായാലും വേദം മനസ്സിലാക്കാൻ ഇവർക്കൊന്നും കഴിവില്ല, കലിയുഗമായി പോയി. ഇവരെ ആ യഥാർത്ഥ ദൈവത്തെ, വേദം പറയുന്നത് എന്താണ്? എല്ലാവരും എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണുക. വിഷ്ണുവിലും അല്ല, ഹിന്ദുവിലും മുസ്ലിമിലും ക്രിസ്ത്യാനിയിലും ബ്രാഹ്മണരിലും ക്ഷത്രിയിലും വൈശ്യരിലും ശൂദ്രരിലും പട്ടിയിലും പൂച്ചയിലും എല്ലാത്തിനെയും ജീവനുള്ളത് ഇല്ലാതെയെല്ലാം ബ്രഹ്മത്തെ ദർശിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യുന്നത്? എല്ലാം പലതായി തമ്മിൽ ജാതി മതമെല്ലാം തമ്മിൽ തല്ലുന്നൊരു സമൂഹമാണ്. അവരെ മോഹം ജനിപ്പിച്ചുകൊണ്ട് ആര് വന്നിട്ടാണ്? ബുദ്ധനായിട്ട് വന്നിട്ടാണ് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ബുദ്ധനാണല്ല ഈ കഥയിലുള്ള ബുദ്ധൻ. ചിലപ്പോൾ ഈ ബുദ്ധൻ്റെ പേര് അദ്ദേഹം സ്വീകരിച്ചോ എന്നറിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ വേദവാദികളും ബുദ്ധമതക്കാരും തമ്മിലാണ് ഏറ്റവും വലിയ യുദ്ധം നടന്നിട്ടുള്ളത്. അതും പുരാണ കഥകളിൽ കാണാം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? വേദങ്ങളിൽ നിന്ന് അകന്നുപോയി. ഒരാളും വേദമല്ല സ്വീകരിക്കുന്നത്. എല്ലാം വേദത്തിൻ്റെ പേരിൽ എന്തെല്ലോ കാട്ടിക്കൂട്ടുകയാണ്. നമ്മൾ കണ്ടല്ലോ, ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ കർമ്മം അങ്ങോട്ട് ചെയ്തു കൊടുക്കുക വേണ്ടത്, അല്ലാതെ അതിന് നമ്മളെ കാര്യത്തിലൊന്നും തലയിടില്ല. പക്ഷെ നമ്മളെ ചിന്താഗതി എന്താണ്? എല്ലാം ഈശ്വരനെ കൊണ്ട് സാധിപ്പിച്ചും എടുത്തു കളയാവുന്നത്. വേദത്തിൻ്റെ അടിസ്ഥാന തത്വത്തിന് തന്നെയാണ് എതിരാണ് ഇന്നുള്ളത്. അത് ആര് പഠിപ്പിച്ചു തന്നെയാണ്? ബുദ്ധനായി വന്നിട്ട് പഠിപ്പിച്ചിരിക്കുകയാണെന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി 25 എന്ത് പറയുന്നു? 22ാമത്തെ കലിയുഗ അവതാരമായിട്ട്
കലിയുഗത്തിൻ്റെ ഒടുവിൽ രാജാക്കന്മാരെല്ലാം കൊള്ളക്കാരെ പോലെ ആയപ്പോൾ കൽക്കിയായി അവതരിക്കും എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അത് അവസാനത്തെ. പിന്നെ 26-ാമത്തേൽ എന്ത് പറയുന്നു? ഒരിക്കലും വറ്റിപ്പോകാത്ത തടാകത്തിൽ കൈവഴികളായിട്ട് കുറേ അരുവികൾ വന്നിങ്ങനെ ചേരുന്നത് പോലെ ഈ ശ്രീഹരിയിൽ നിന്നും എത്രയോ അവതാരങ്ങൾ ഇങ്ങനെ കണക്കില്ലാതെ വന്നു പോകുന്നു. നദികളിൽ എത്രയോ അരുവികൾ വന്നു ചേരാം. അതുപോലെ എത്രയോ അവതാരങ്ങൾ ഇങ്ങനെ വരും. അതുകൊണ്ട് അതിന് എണ്ണത്തിന് 10, 22 ഇതൊന്നും പറയുന്നും വേണ്ട. വേണ്ടിക്ക് നമുക്കും ഇതിനകത്തുള്ള വേറെ കഥാപാത്രങ്ങളെല്ലാം എന്താക്കി മാറ്റാം, അവതാരങ്ങളായിട്ട് മാറ്റാം. ഇന്നുള്ള ആൾക്കാരെയും നമുക്ക് അവതാരങ്ങളാക്കി എടുക്കാം. അതല്ലേ നമ്മൾ ചിലവരെ പറ്റി വരുമ്പോൾ വല്ലാതെ അവതാരം തന്നെ എന്ന് പറയുന്നത്. അത് ഈ വേദത്തെ ഈ ഭാഗവതത്തിൻ്റെ ശൈലി പിടിച്ച് അതും എല്ലാം അവതാരങ്ങളാണ്. ഇവിടെ ഈ ലോകത്തിൽ എന്തെല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ, ലോകത്തെ മാറ്റിമറിക്കുന്ന സംഭവവികാസങ്ങൾ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അവതാരം തന്നെയാണെന്ന് കഴിഞ്ഞതിൽ കൃഷ്ണൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയർന്നതിൻ്റെ പക്ഷികളിൽ ഗരുഡൻ, അങ്ങനെ ഓരോന്നിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഏതാണ് അത് ഞാനായിട്ട് കണ്ടോന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല അവതാരമാണ്. ഇന്നത്തെ ലോക ചക്രത്തെ മാറ്റിമറിക്കുന്ന വ്യക്തികളെല്ലാം അവതാരങ്ങൾ തന്നെയാണ്. അപ്പോൾ അതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവതാരങ്ങൾ എത്രയുണ്ട്, അതിന് കണക്കൊന്നും ഇല്ല. എൻ്റെ 27 എന്ന് പറയുന്നു, മരീചൻ എന്ന പ്രജാപതി ഉണ്ട്, ഋഷിമാരുണ്ട്, മനുക്കളുണ്ട്, ദേവകളുണ്ട്, ശക്തിശാലികളായ മനുപുത്രന്മാരുണ്ട്. അതിനെയെല്ലാം ശ്രീഹരിയുടെ അംശങ്ങൾ തന്നെ. ഇതെല്ലാം ശ്രീഹരിയുടെ അംശങ്ങളാണ്. ഋഷികളും എല്ലാം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ശ്രീഹരിയുടെ അംശങ്ങൾ തന്നെയാണ്. ഇത് 28 എന്ന് പറയുന്നു, ഇവയെല്ലാം ആദിപുരുഷന്റെ അംശമായോ അംശാംശമായോ ആയ അവതാരങ്ങളാകുന്നു. ഇതെല്ലാം അവതാരങ്ങൾ തന്നെയാണ്. അതിൽ ശ്രീകൃഷ്ണനാണ് പൂർണ്ണ അവതാരം. ഓരോ യുഗത്തിലും അസുര ശക്തിയെ രക്ഷിക്കാൻ വരുന്നു. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ലോകത്തിൽ അധർമ്മം പെരുകുമ്പോൾ ചില വ്യക്തികൾ വന്നിട്ട് ആ സിസ്റ്റത്തെ അടിച്ചു മാറ്റും. ആ വ്യക്തികളും അവതാരങ്ങൾ തന്നെയാണ്. അതാണ് പറഞ്ഞാൽ ഓരോ കാലത്തിലും അസുരന്മാർ പെരുകുമ്പോൾ അവതാരങ്ങൾ വരും, എന്നിട്ട് അടിച്ചു മാറ്റും. അവരെയെല്ലാം അവതാരമായിട്ട് കാണും. എന്നിട്ട് 29 എന്ന് പറയുന്നു, ഏതൊരാൾ രാവിലെയും വൈകുന്നേരം ശുചിയാക്കി ഈ അവതാരങ്ങളെ ചൊല്ലുന്നുവോ രാവിലെയും വൈകുന്നേരവും അവൻ സംസാര സാഗരം മറികടക്കും. ഈ തത്വങ്ങളെല്ലാം ഈ പ്രപഞ്ച രഹസ്യം ആരെങ്കിലും എടുത്ത് ദിവസവും ഉരുപെടുന്നുണ്ടെങ്കിൽ അവൻ സംസാര സാഗര, കാരണം പ്രപഞ്ച രഹസ്യം മുഴുവനാണ് ഇതിൻ്റെ അകത്തുള്ളത്. അവനെ പോലെ വലിയ ബുദ്ധിമാൻ വേറെ ഇല്ല. ഈ അർത്ഥം മനസ്സിലാക്കിയിട്ട് വെറുതെ ഉരുപെട്ടിട്ട് കാര്യമില്ല. രൂപ 30 പറയുന്നു, രൂപരഹിതനും ചിസ്വരൂപനുമായ ജീവൻ്റെ, അതായത് നമ്മളെ ജീവൻ്റെ ഈ സ്ഥൂല ശരീരം, ജീവൻ ഈ ശരീരത്തിലാണ് കുടികൊള്ളുന്നത്. സർവേശ്വരൻ്റെ മായയുടെ ഗുണങ്ങളിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ഈ ശരീരം അതിൽ നിന്നും മായയിൽ നിന്നും ഉത്ഭവിച്ചു തന്നെയാണ് ഈ ശരീരം. ഇതിൻ്റെ 31 പറയുന്നു, ഏതൊരു പ്രകാരം കാർമേഘം ആകാശമാണെന്ന്, ആകാശത്തിൽ മേഘം കാണുമ്പോൾ അത് ആകാശമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷേ ആകാശം എന്ന് പറഞ്ഞാൽ മേഘമൊന്നുമല്ല, മുകളിലുള്ള എല്ലാ ഗ്രഹങ്ങളും കൂടിയ ആ ഒരു പ്രപഞ്ചഘടനയാണ് ആകാശം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആകാശം എന്ന് പറയുമ്പോൾ ആ മേഘത്തെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. അതുപോലെ ഭൂമി സംബന്ധമായ ഭൂമിയുടെ പൊടി ആകാശത്ത് വായുവിലുണ്ടാകുമ്പോൾ നമ്മൾ വായുവിനെ പൊടിയായിട്ട് കാണുന്നുണ്ട്. വായു പൊടിയൊന്നുമല്ല, അത് ഭൂമിയുടെ അംശമാണ്. ഇതുപോലെ നമ്മളെ ഈ സ്ഥൂല ശരീരത്തെ ഉള്ളിലുള്ള ആത്മാവായിട്ട് ആര് കാണുന്നു? ജ്ഞാനമില്ലാത്തവരെ കാണുന്നു. ഇത് 32 പറയുന്നു, എന്നാൽ സ്ഥൂല ശരീരത്തിൽ നിന്നും അപ്പുറമായി
എന്നാൽ സ്ഥൂല ശരീരത്തിൽ നിന്നും അപ്പുറമായി നമ്മുടെ ഈ ശരീരത്തിൻ്റെ അപ്പുറത്തൊരു സംഗതിയുണ്ട്. അത് കാണാനും കേൾക്കാനും ഒന്നും പറ്റില്ല. കാണാനും കേൾക്കാനും ഒന്നും സാധിക്കാതെ നിൽക്കുന്ന ആത്മാവിനെയാണ് നമ്മൾ സൂക്ഷ്മ ശരീരമെന്ന് പറയുന്നത്. ഈ സൂക്ഷ്മ ശരീരമാണ് പുനർജനിക്കുന്നത്. ഈ ശരീരമല്ല പുനർജനിക്കുന്നത്, സൂക്ഷ്മ ശരീരമാണ്. അതിൻ്റെ ഉള്ളിലുള്ള ആ പ്രോഗ്രാം, പ്രപഞ്ചത്തിനൊരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാം നമ്മൾ ചെയ്യേണ്ട ജോലിയുള്ള ഒരു പ്രോഗ്രാം നമ്മിലേക്ക് വരുന്നുണ്ട്. ആ പ്രോഗ്രാം നമ്മളെ കൊണ്ട് കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം നമ്മൾ കമ്പ്യൂട്ടറിലുള്ള പ്രോഗ്രാം ലോഡ് ചെയ്യുന്ന മാതിരി തന്നെ. അതിന് പിന്നെ അതിൻ്റെ അകത്ത് റോളൊന്നുമില്ല. വേറെ ആ കമ്പ്യൂട്ടർ കൂട്ടിക്കഴിഞ്ഞാൽ വേറൊരു കമ്പ്യൂട്ടർ അത് കൊണ്ടിട്ട് ലോഡ് ചെയ്യും. അതുപോലെയാണ് ഈ ആത്മാവ് ഉള്ളത്. അപ്പോൾ 32 പറയുന്നു, അപ്പോൾ എന്ത് വേണം? ഇത് രണ്ടിനെയും ആത്മജ്ഞാനത്താൽ നിരാകരിക്കുവാൻ കഴിയുന്നവന് അപ്പോഴേ ബ്രഹ്മസത്യം വ്യക്തമാവുകയുള്ളൂ. അപ്പം ഈ രണ്ടിനെയും, ഈ ആത്മാവിനെയും ഈ സ്ഥൂല ശരീരത്തെയും രണ്ടിനെയും മറികടന്നിട്ട്, രണ്ടും ഏതിൽ നിന്ന് വന്നതാണ്? ആ ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ്. അപ്പം ഇത് രണ്ടും, ഇത് ശരീരമാണെന്ന് ചിന്തിച്ചിട്ടും കാര്യമില്ല. ഈ ആത്മാവാണ് യഥാർത്ഥത്തിൽ ജനിക്കുന്നത്. അപ്പം ഈ ശരീരത്തെ ഈ ആത്മാവിൽ നിന്നും വേർപെടുത്തി നമുക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് ബ്രഹ്മജ്ഞാനം നേടുന്നത്. ഈ ശരീരം എന്നത് നമ്മൾ മറക്കണം. എന്നിട്ട് ആ ബ്രഹ്മത്തിലൂടെ നമ്മൾ എവിടേക്ക് പോകണം? ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോകണം. എന്നിട്ട് പറയുന്നു 33 ഈശ്വരൻ്റെ ക്രീഡാ താൽപര്യയിൽ നിന്നും ഉടലെടുത്ത മായയായ അവിദ്യാസ്വരൂപിണിയെ. അപ്പം ഈ നമ്മളീ കാണുന്നതെല്ലാം മായയാണ്. അതെല്ലാം ബ്രഹ്മത്തിൽ നിന്ന് ഉടലെടുത്ത് വന്നതാണ്, ഈശ്വരനിൽ നിന്ന് ഉടലെടുത്ത് വന്നതാണെങ്കിലും നമ്മിൽ ഞാനെന്നൊരു ചിന്തയുണ്ടാക്കിയിട്ട് നമ്മൾ ഇപ്പോൾ എന്തെല്ലോ ആയിട്ട് ഭൗതിക ലോകം, ഇതാണ് വലിയ ലോകം, ഈ ശരീരമാണ് ഞാനെന്നെല്ലാം ചിന്തിച്ചു പോകുന്നുണ്ട്. അത് മായക്കടിപ്പെട്ടത് കൊണ്ട് അതിനെ അവിദ്യ എന്ന് പറയുന്നു. മായയായ അവിദ്യയെ നിവൃത്തിയായി ഭവിക്കുമ്പോൾ, അതിനെ മറികടക്കുമ്പോൾ ആ അവിദ്യാരൂപം എന്തായി മാറും? വിദ്യാസ്വരൂപിണിയായിട്ട് മാറും. അപ്പം ഇപ്പം നമ്മൾ അവിദ്യയാണ് കാണുന്നത്. അതിനെ മറികടന്നുകൊണ്ട് ഇതെല്ലാം പിന്നിൽ ആ ബ്രഹ്മമാണ് എന്ന സത്യത്തിലേക്ക് കടക്കുമ്പോൾ ആ അവിദ്യ എന്ന രൂപം മാറിയിട്ട് വിദ്യാസ്വരൂപിണിയായി മാറും. അപ്പോൾ ബ്രഹ്മഭാവത്തെ നേടും. അപ്പം നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടാം. എന്നിട്ട് 35 എന്ത് പറയുന്നു? ജനനമില്ലാത്തവന്. അപ്പോൾ ആ ആത്മാവ് എന്ന് പറയുന്ന ബ്രഹ്മത്തിന് ജനനമില്ല, കർത്തൃത്വമില്ല, അതൊന്നും ചെയ്യുന്നില്ല. ആ കർത്തൃത്വം ഒന്നുമില്ലാതെ ചെയ്യുന്നതെല്ലാം ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ എല്ലാവരും ചെയ്തു പോകുന്നു. അതിന് പിന്നെ അതിൻ്റെ അകത്ത് തലയിടേണ്ട ആവശ്യമില്ല. ഏതുപോലെ എന്നാൽ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ ആളും മാറി നിൽക്കും, പിന്നെ എല്ലാം ഭരണഘടന ചെയ്തുള്ളൂ. അതുപോലെ ബ്രഹ്മം ഒരു ലോകമുണ്ടായി ഇതുമാതിരി പോകണമെന്ന് തീരുമാനിച്ചു നിൽക്കും. അപ്പം പിന്നെ ബ്രഹ്മത്തിന് അതിൻ്റെ അകത്ത് തലയിടേണ്ട ആവശ്യമില്ല. അതുപോലെ കർത്തൃത്വമില്ലാത്തവനായി അന്തരാമിയായി, അതേസമയം അത് ഒരു സാക്ഷി പോലെ അകത്ത് നിൽക്കുന്നുണ്ട്. വർത്തിക്കുന്നവൻ്റെ മഹിമകൾ വേദരഹസ്യമെന്ന നിലയിൽ കവികൾ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പം വേദങ്ങളിലൂടെ അതിനെപ്പറ്റി എല്ലാം വിസ്തരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. വേണ്ടുന്നവരെ അതിൻ്റെ അകത്ത് മനസ്സിലായിക്കോളുക എന്നാണ് അർത്ഥം. എന്നിട്ട് 36 എന്ന് പറയുന്നു, ഈ ലീലകളാൽ തന്നെ സർവേശ്വരൻ പ്രവർത്തിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു, അതായത് സൃഷ്ടിക്കുന്നു. ഈ ലീലകളാലാണ് മഹേശ്വരൻ എന്ത് ചെയ്യുന്നു, സർവേശ്വരൻ എന്ത് ചെയ്യുന്നത്? സൃഷ്ടി നടത്തുന്നതും സംരക്ഷിക്കുന്നതും സംഹരിക്കുന്നു. എന്നാൽ ഇതിൽ സംബന്ധിക്കുന്നില്ല. എന്നാൽ അതിന് തലയിടുന്നൊന്നുമില്ല. എല്ലാം അതുമാതിരി ചെയ്യണമെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുകയാണ്. അതെല്ലാം അദ്ദേഹം ഉണ്ടാക്കിയാണ് ആ ശക്തി. പക്ഷെ അതിൽ സംബന്ധിക്കുന്നൊന്നും ഇല്ലെങ്കിലും സ്വതന്ത്ര ഭാവത്തിൽ, അതൊരു സ്വതന്ത്ര സാക്ഷി എന്ന നിലയിൽ മനുഷ്യൻ്റെ നിയന്താവായി, മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി ഭാവിച്ച് ജീവജാലങ്ങളിൽ ഒളിഞ്ഞിരുന്നിട്ട്
ഇന്ദ്രിയങ്ങളെ അവയിലൂടെ ഉണ്ടാവുന്ന വിഷയങ്ങളെയും മണത്തു നോക്കുന്നു. മണത്തു നോക്കുന്നവരെ അടുത്തിരിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളെയെല്ലാം അതിനനുസരിച്ചാണ് കർമ്മം ചെയ്യിക്കുന്നത്. കാരണം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇന്ദ്രിയങ്ങളിലെ വിഷയങ്ങളെ കൊണ്ട് തന്നെയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അപ്പം അടുത്തിരുന്നിട്ട് മണത്ത് നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ദിക്സാക്ഷിയായിട്ട് അടുത്തുണ്ട്. എല്ലാം ഉണ്ടാക്കിയത് അത് തന്നെയാണ്. ഇങ്ങനെ പോകണമെന്നും വിധിച്ചിട്ടുണ്ട്. എല്ലാവരും അതിനനുസരിച്ച് ഇന്ദ്രിയങ്ങൾ കഴിക്കപ്പെട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. അതിലൊന്നും തലയിടുന്നില്ല. എന്നാൽ അടുത്തിരുന്നിട്ട് ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? മണത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം മര്യാദയ്ക്ക് തന്നെ പോകുന്നുണ്ടോ? എന്നിട്ട് 37 പറയുന്നു, അറിവില്ലാത്തവന് ഒരു നടൻ്റെ അഭിനയം മനസ്സിലാക്കാത്തതുപോലെ. ഒരു കഥകളി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഥകളിയിലെ കഥയെ പറ്റിയൊന്നും അറിയില്ലെങ്കിൽ അവനെന്തായിരിക്കും മനസ്സിലാക്കും. ഒരു ഇംഗ്ലീഷുകാരൻ വന്നിട്ട് നമ്മളിവിടെ നൃത്തമെല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നും പിടികിട്ടില്ല. കഥകളിയെല്ലാം കണ്ടു കഴിഞ്ഞാൽ അതുപോലെ അറിവില്ലാത്തവന് ഒരു നടൻ്റെ അഭിനയം മനസ്സിലാകാത്തതുപോലെ മന്ദബുദ്ധികളായ ഒരാൾക്ക് യുക്തി കൊണ്ടും അല്ലെങ്കിൽ കുബുദ്ധികളായ ഒരാൾക്ക് യുക്തി കൊണ്ടും സ്വസങ്കല്പത്താലും രൂപങ്ങളെയും നാമങ്ങളെയും പെരുപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൃഷ്ടാവിൻ്റെ ലീല മനസ്സിലാവുകയില്ല. അതായത് യുക്തിവാദികളായ ആൾക്കാർക്ക്, കുബുദ്ധികളായ ആൾക്കാർക്ക് യുക്തി കൊണ്ടും സ്വന്തം നിലയെ സങ്കല്പിച്ചാലും ഇത് മനസ്സിലാക്കാനും ഈ ഭഗവാന്റെ ലീലകളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ എന്ത് വേണം? 38 പറയുന്നു, യാതൊരാൾ നിർമ്മലതയോടും നിരന്തരമായുള്ള സേവാഭാവത്തോടെ ഭഗവാനെ ഭജിക്കുന്നുവോ അവന് മായ പുറന്തള്ളുകയും അറ്റമില്ലാത്ത വീര്യവാനായ ആ സൃഷ്ടാവിൻ്റെ മാർഗത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ മായ തന്നാലെ മാറ്റപ്പെടും. എന്ത് വേണം? നിർമ്മലതയോട് തുറന്ന മനസ്സോടെ നിരന്തരമായുള്ള സേവാഭാവത്തോടെ ആ ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ ഭജിക്കുക. ഭഗവാനായിക്കൊണ്ട് ആ ശക്തിക്ക് വേണ്ടി, ആ ശക്തിയാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, അതിനുവേണ്ടി ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു എന്നുള്ള നിലയിൽ അവൻ നീങ്ങിയാൽ ആ മായയിൽ നിന്നും അവൻ പുറത്തു കിടക്കുകയും അറ്റമില്ലാത്ത വീര്യവാനായ ആ സൃഷ്ടാവിൻ്റെ മാർഗത്തെ മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ മാത്രമേ ആ ബ്രഹ്മത്തെ ശരിക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് 39 എന്ന് പറയുന്നു, അതിനാൽ സർവജ്ഞരായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇതാരോടാണ് പറയുന്നത്? ശനകാദികളോടല്ല, അവിടെ കൂടിയിരുന്നവരോടാണ് സൂതൻ പറയുന്നത്. അതിനാൽ സർവജ്ഞരായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ മനോവൃത്തി വാസുദേവനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം നിങ്ങളുടെ മനസ്സ് അതിൽ തന്നെയാണ്, ഭഗവാനിൽ. അതുവഴി ജനന മരണത്തെ മറികടക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ജനനവുമില്ല മരണവുമില്ല. 40 എന്ത് പറയുന്നു? വേദതുല്യവും വേദത്തിന് തുല്യമായ പുണ്യകീർത്തിമാനുമായ, വേദത്തിന് തുല്യമാണ്, പുണ്യകീർത്തിമാനായ ശ്രീഹരിയുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന, അതായത് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഭാഗവതം സർവജ്ഞാനത്തിലും അതായത് ശ്രീഹരിയുടെ എല്ലാ ചരിത്രവും ഉൾക്കൊള്ളുന്നതായ ഈ ഭാഗവതം സർവജ്ഞാനിയായ വേദവ്യാസൻ എന്ന മഹർഷിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവസാനം വേദവ്യാസനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് എന്ന് പറയുന്നത്. എൻ്റെ 41 ഉത്കൃഷ്ടവും മഹത്വവും മംഗളകാരിയുമായ ഈ വേദ ഇതിഹാസം നമ്മുടെ ഈ വേദ ഇതിഹാസങ്ങളുടെ പരമസാരത്തെ, അതായത് ഉത്കൃഷ്ടവും മഹത്വവും മംഗളകാരിയുമായ ഈ വേദ ഇതിഹാസങ്ങളുടെ പരമസാരമായ ഈ ഗ്രന്ഥത്തെ ലോക നന്മക്കായിക്കൊണ്ട് ആത്മജ്ഞാനികളിൽ ശ്രേഷ്ഠനായ പുത്രൻ ശ്രീസുകനെ ഗ്രഹിപ്പിച്ചു. അപ്പം വേദവ്യാസനാണ് ഇതെല്ലാം ആരെ പഠിപ്പിച്ചത്? ഈ ശ്രീസുകനെ പഠിപ്പിച്ചത്. പിന്നെ എന്ത് പറ്റി? 42 പറയുന്നു, അദ്ദേഹം ഇത് ഗംഗാ തടാകത്തിൽ മരണത്തെ കാത്തുകൊണ്ടിരിക്കുന്ന പരീക്ഷിച്ച് രാജാവിന്
കേൾപ്പിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? മരണവും പ്രതീക്ഷിച്ചിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവ് ഒരു ശാപം കൊണ്ട്, സർപ്പശാപം കൊണ്ട് 7-ാം ദിവസം മരിക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗംഗാ തടത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആര് ഉപദേശിച്ചു കൊടുത്തു? ഈ ശ്രീശുകൻ ഉപദേശിച്ചു കേൾപ്പിച്ചു. എന്നിട്ട് 43-44 പറയുന്നു, അവിടെ നിന്ന് ഞാനും ഇത് കേട്ടു. അവിടെ ഇരുന്നു കൊണ്ടാണ് ഞാനിതെല്ലാം കേട്ടത്, അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അവിടെ ഇരുന്ന് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്നിട്ട് 45 പറയുന്നു, ശ്രീകൃഷ്ണ ഭഗവാൻ സ്വസ്ഥാനത്തെ പ്രാപിച്ചപ്പോൾ, അതായത് സ്വർഗാരോഹണത്തിന് ശേഷം കലികാലത്തിലെ കാഴ്ച നശിച്ചവർക്കായി ഈ പുരാണ സൂര്യൻ ഇതാ ഉദിച്ചിരിക്കുന്നു. അങ്ങനെ കലിയുഗത്തിലേക്ക് വേണ്ടിയിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? ഈ പുരാണ ഗ്രന്ഥം, ഈ ഭാഗവതം എന്ന ഉദയ സൂര്യൻ ഉദിച്ച് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്.